കസേരയിലിരിക്കുമ്പോ ഈ നാട്ടിൽ നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യസ്ഥത, അതിന്റെ ഉത്തരവാദിത്വം പോലീസിന്റെ മന്ത്രി എന്ന നിലയിൽ നിങ്ങൾക്കുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെയും PK ഫിറോസിനെയും ഒക്കെ പോലെയാണ് കോൺഗ്രസുകാരും ലീഗുകാരും എന്ന് പറയുന്നത് പോലെയാണ് ചില പോലീസിലെ പുഴുക്കുത്തുകളെ പോലെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ ജീവിക്കുന്നത് സ്റ്റാലിന്റെ റഷ്യയിലായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്നു രാജ്യമാകെ. കുന്നംകുളത്തെ മർദ്ദകരായ പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. ഇന്ന് അടിയന്തര പ്രമേയമായി പോലീസ് മർദ്ദനങ്ങൾ നിയമസഭ ചർച്ച ചെയ്തിരുന്നു. മർദ്ദനാരോപണങ്ങളിൽ അന്വേഷണം നടക്കുകയാണെന്നും ഇപ്പോൾ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം പൂർത്തിയാകുന്നതിന് മുറയ്ക്ക് മറ്റു നടപടികൾ എടുക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഇതിൽ തൃപ്തരാകാതെയാണ് പ്രതിപക്ഷം സമരം പ്രഖ്യാപിച്ചത്. പുതിയ പോർമുഖം തുറന്നോ പ്രതിപക്ഷം? ഈ ചർച്ചയിൽ ശ്രീ M നൌഷാദ് CPM MLA, ശ്രീ അബിൻ വർക്കി കോൺഗ്രസ്, ശ്രീ PR ശിവശങ്കർ BJP എന്നിവർ. ആദ്യം ശ്രീ അബിൻ വർക്കി, ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യം, കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ നേരത്തെ തന്നെ വകുപ്പ് തല നടപടികൾ എടുത്തിരുന്നു. ആ നടപടി പുനഃപരിശോധിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. ആ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, തുടർ നടപടി ഈ പ്രക്രിയയ്ക്ക് ശേഷം എന്താണ് എന്ന് തീരുമാനിക്കുമെന്ന്. ഞാൻ മുഖ്യമന്ത്രിയായതിനു ശേഷം 146 പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുക, പിരിച്ചുവിടുക എന്നുള്ളതാണല്ലോ. അങ്ങനെ പിരിച്ചുവിടുമ്പോൾ അതിന്റെ ഡ്യൂ പ്രോസസ്സ് പാലിക്കണ്ടേ? നടപടിക്രമങ്ങൾ പാലിക്കാതെ പിരിച്ചുവിടുകയാണ് എങ്കിൽ ഇവർക്ക് അനായാസം നിയമ സംവിധാനങ്ങളെ സമീപിക്കാനും അതുവഴി അവരുടെ തൊപ്പി തിരികെ കിട്ടാനും സാധിക്കും. എന്നിരിക്കെ ഈ കാര്യത്തിലെ ഡ്യൂ പ്രോസസ്സ് നടക്കട്ടെ എന്ന് വെച്ചാൽ പോലെ ഇപ്പൊ സമരം ചെയ്ത് ഇപ്പൊ തന്നെ പിരിച്ചുവിടണമെന്ന് പറയുന്നതിൽ യുക്തിയുണ്ടോ? ഒന്നാമത്തെ കാര്യം ശ്രീ അഭിലാഷ്, ഈ സംഭവം നടന്നത് 2023-ലാണ്. ഇത് ഇന്നലെ നിയമസഭ തുടങ്ങുന്നതിൻ്റെ തലേദിവസം രാത്രി നടന്ന സംഭവത്തെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. 2 കൊല്ലം ഒരു ഡ്യൂ പ്രോസസ്സിന് സമയമുണ്ടായിട്ട് ആ 2 കൊല്ലവും അത് ചെയ്യാതെ വന്നപ്പോഴാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. 2 കൊല്ലവും ഇവരിത് ചെയ്യുന്നില്ല എന്ന് കണ്ട് നീണ്ട നിയമ പോരാട്ടം നടത്തി. ആ നിയമ പോരാട്ടത്തിനുള്ളിൽ ഒരു സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്തെ മർദ്ദന ദൃശ്യം വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നപ്പോഴാണ് ഇവർ ഈ ആദ്യം നടപടി എടുത്തു എന്ന് പറയുന്ന സസ്പെൻഷൻ നടപടി എടുത്തത് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ 2 കൊല്ലത്തിന് മുമ്പ് തന്നെ, 2 കൊല്ലത്തിൽ 1 കൊല്ലം മുമ്പ് തന്നെ കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ പോലീസ് കമ്മീഷണർ റിപ്പോർട്ടുണ്ടായിട്ടും ഇതേവരെ നടപടി എടുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ ഡ്യൂ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ സർവീസ് കാലാവധി കഴിയുന്ന ദിവസം വരെ ഈ നടപടി നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂ പ്രോസസ്സ്. ആ ഡ്യൂ പ്രോസസ്സിന് വഴങ്ങിക്കൊടുക്കാൻ പ്രതിപക്ഷത്തിന് സാധ്യമല്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെസ്സേജ്. ആ മെസ്സേജ് തന്നെയാണ് ഞങ്ങളിന്ന് പറഞ്ഞതും. അപ്പോൾ അതുമാത്രമല്ല, എന്താണ് ഈ സസ്പെൻഷൻ നടപടി കൊണ്ട് ഇവർക്ക് കിട്ടുന്ന എന്താണ്? ഇവരുടെ നടപടി എന്താണ് അഭിലാഷേ? പകുതി കാശ് മേടിച്ച് വീട്ടിലിരുന്ന് പുട്ടടിക്കാമെന്നുള്ളതല്ലാതെ എന്താണ് ഇവർക്കെതിരെയുള്ള നടപടി? എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായി. എന്താണ്? KSU SFI സംഘർഷം നടന്ന് ചരിത്രത്തിൽ ആദ്യമായി ഒരു KSU SFI സംഘർഷത്തിൽ KSU പ്രവർത്തകരുടെ തലയിലൂടെ കറുത്ത മൂടി അടിയിച്ച് കയ്യാമം വെച്ച് കോടതി മുറിയിലേക്ക് വന്നു. വലിയ സമരങ്ങളുണ്ടായി. കോടതിയിലെ മജിസ്ട്രേറ്റ് തന്നെ ചോദിച്ചു, എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. എന്താണ്? റോബറി കള്ളക്കേസ് ഉണ്ടാക്കി ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ റോബറി എന്ന് പറഞ്ഞ മൊബൈൽ ഫോൺ, SFIക്കാരന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. എന്ത് നടപടിയാണ് എടുത്തത്? ഒരു നടപടി എടുത്തു. എന്താണെന്നറിയോ? വടക്കാഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റി. എന്ന് പറഞ്ഞാൽ അതിനെ നടപടി എന്നാണോ പറയുന്നത്, പ്രൊമോഷൻ എന്നാണോ പറയുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിൽ നടന്നു വരുന്ന നടപടിക്രമങ്ങളാണ് എന്നുള്ളതാണ് ഇന്നത്തെ അടിയന്തര പ്രമേയം. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇവിടുത്തെ ക്യാമ്പയിനിങ്ങിന്റെ വിഷയം. കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലം 2016-നും 2024-നും ഇടയ്ക്ക് 17 കസ്റ്റഡി മരണം നടന്നു എന്ന് പറയുന്നത് ഞങ്ങളല്ല. ഈ പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച്, NCRBയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോക്സഭയിൽ സമർപ്പിക്കപ്പെട്ട രേഖയിൽ പറഞ്ഞതാണ് 17 കസ്റ്റഡി മരണം നടന്നു എന്ന്. എന്നിട്ട് എന്തുണ്ടായി? ഈ കേരളത്തിൽ എത്രയോ അധികം പരാതികൾ വന്നു. അത് കോൺഗ്രസ്സുകാർ മാത്രമാണ് പരാതി പറഞ്ഞത്. ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി അടൂരിലെ വിഷയം പറഞ്ഞു. അടൂരിലെ വിഷയം ഞങ്ങളല്ലല്ലോ ഉന്നയിച്ചത്.
അടൂരിലെ വിഷയം ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയുടെ മാതാപിതാക്കൾ പറയുകയാണ്. CPM-ന്റെ അഴിമതി പുറത്തു വരുന്നത് കാരണമാണ് ആ ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്ന് ആ മാതാപിതാക്കൾ പറയാണ്. ഒരു ലോക്കൽ സെക്രട്ടറി പരസ്യമായി പോസ്റ്റ് ഇട്ടില്ലേ, ഒരു പോലീസ് സ്റ്റേഷൻ കയറി ചെല്ലുമ്പോൾ ആദ്യം കൂമ്പിനിട്ടാണ് ഇടി കിട്ടുന്നതെന്ന് ഒരു SFIയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞില്ലേ. എന്നെ മർദ്ദിച്ച പോലീസുകാരൻ ഇപ്പോഴും സുഖലോലുപമായി പോലീസ് സേനയിൽ വാഴുകയാണെന്ന് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, നന്മമരങ്ങളായി ഫേസ്ബുക്കിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന പോലീസുകാരുടെ യഥാർത്ഥ മുഖം CCTV വിഷനിലൂടെ പുറത്തു വന്നപ്പോൾ ഭൂതകാല സ്മരണകളിലേക്ക് പോയി പഴയ കാലങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്റെ അഭിലാഷേ, ഈ മുഖ്യമന്ത്രി പറയുന്ന സംഭവം നടന്നത് 50 കൊല്ലം കഴിഞ്ഞു. ഇത് 2025 ആദ്യം അതോ ആലോചിക്കണം. മുഖ്യമന്ത്രിയും ഇതിനെ ന്യായീകരിക്കാൻ വരുന്നവരൊക്കെ 2025 നിന്ന് 960-ലെയും 970-ലെയും ഭൂതകാല സ്മരണകൾ ഇവിടെ പറയാൻ പോയാൽ ആ സ്മരണകൾക്ക് ഒരുപാട് അർഹതകൾ പറയാനുണ്ടായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭൂതകാല സ്മരണകളല്ല വേണ്ടേ, ഇന്നത്തെ വിഷയത്തിൽ ഇന്നത്തെ നടപടിയാണ് ആവശ്യം. ആ നടപടി എടുക്കുന്നവരെ ഞങ്ങൾ സമരം കൂത്തുണ്ടാവും. ശരി, ശ്രീ M. നൌഷാദ്, നിയമസഭയിൽ സമരങ്ങൾ അഭൂതപൂർവമല്ല, പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള നിലയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിന് പൊതുസമൂഹത്തിന്റെ പിന്തുണയും സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. ഇതിപ്പോ ഒരു കുന്നംകുളം സ്റ്റേഷനിൽ അല്ലെങ്കിൽ പീച്ചിയിൽ അല്ലെങ്കിൽ വടക്കാഞ്ചേരിയിൽ ഉണ്ടായ സംഭവം എന്നുള്ള നിലയ്ക്കല്ല. സംസ്ഥാനത്തെ പോലീസ് ഈ മട്ടിൽ ജനങ്ങളോട് പെരുമാറുന്നു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പോലീസ് ഇമ്മട്ടിലാണ് പൊതുപ്രവർത്തകരടക്കമുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഒരു സാമൂഹിക വിഷയമായി എടുക്കണ്ടേ? അതൊരു രാഷ്ട്രീയ വിഷയമോ കക്ഷി രാഷ്ട്രീയ വിഷയമോ ആയി എടുക്കാതെ അപ്പോൾ ഈ സമരം എന്ന് പറയുന്നത് നിങ്ങളായി നിവൃത്തി വരുത്തേണ്ട ഒരു ജനകീയ സമരമായി പരിണമിക്കില്ലേ? അല്ല അഭിലാഷേ, കേരള പോലീസ് രൂപം കൊണ്ടത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമല്ല. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തുടങ്ങി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി അതിൻ്റെ ഒരു തുടർച്ചയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ പോലീസ് ഭരണകൂടത്തിൻ്റെ മുതലാളിമാരുടെ മർദ്ദനോപകരണമായിരുന്നു. അപ്പോൾ നമ്മളൊരു തുടർച്ച പറയണ്ടേ? 50-ലെ ആയാലും 60-ലെ ആയാലും 70-ലെ ആയാലും ചരിത്രമായി തന്നെ നിലനിൽക്കുമല്ലോ. എന്തായിരുന്നു കേരളത്തിലെ പോലീസ് സേന? രാജൻ കേസ് നമുക്കറിയാം, ഇന്ന് വരെ ബോഡി പോലും കണ്ടെത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ അത് പഴയതാക്കി ഇപ്പോ ചർച്ച ചെയ്യാതിരുന്ന നാളെ ഇത് പഴയതാകും. നാളെ ഇത് പഴയതാകുന്നില്ലല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞു തീർക്കാനുള്ള അവസരം തരിക. അവിടെ ആയിരുന്നു നമ്മൾ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അവിടെ ആയിരുന്നു ഉരുട്ടിക്കൊല, ഗരുഡൻ പറപ്പിക്കൽ, മലദ്വാരത്തിൽ കമ്പികേറ്റൽ ഒക്കെ നമ്മുടെ പോലീസ് സേനയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഒട്ടേറെ നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോഴും ഈ പോലീസ് സേനയിൽ നമ്മളുടെ സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത, നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്ത തരത്തിലുള്ള ചില പ്രവണതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. അതിൽ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വസ്തുതാപരമായി നിയമപരമായിട്ടല്ലേ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഒരു പ്രതിപക്ഷ നേതാവ് സഭയിൽ നിന്നിട്ട് നിങ്ങൾ പുറത്താക്കുമോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് പുറത്താക്കും, നിയമപരമായ നടപടികൾ ഉറപ്പായും സ്വീകരിക്കും എന്നല്ലാതെ പുറത്താക്കുമെന്ന് പറയാൻ കഴിയുമോ? അതിനെക്കുറിച്ച് അഭിലാഷല്ലേ മറുപടി? പിന്നെ 2023 ഈ വിഷയം പോലീസിന്റെ ശ്രദ്ധയിൽ വന്നതാണ്. അവിടെ ഈ CCTV ദൃശ്യങ്ങൾ നമ്മളിപ്പോഴേ കണ്ടിട്ടുള്ളൂ. പക്ഷെ പോലീസ് ഇത് 2023 തന്നെ കണ്ടതാണ്. ഈ ദൃശ്യങ്ങളടക്കം കണ്ടതിന് ശേഷമാണ് 2 വർഷത്തെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക എന്ന അതിഗംഭീരമായ അച്ചടക്ക നടപടി എടുത്ത് ഇവരെ കുറച്ചുകൂടി നല്ല പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റി പ്രശ്നം അവസാനിപ്പിച്ചത്. അതല്ല, പോലീസ് സ്റ്റേഷനിൽ പോലീസ് സേനയിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ അവിടെ മറ്റൊരു വിഷയം കൂടെ ഉയർന്നു വരുന്നുണ്ട്. പോലീസ് സേനയിൽ ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളോ മറ്റോ ഒന്നും CMO മറ്റു ഭരണാധികാരികളോ കാണുന്നില്ല. ആ പോലീസ് സേന നമ്മുടെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡി മരണങ്ങൾ പറയുന്നു. കസ്റ്റഡി മരണങ്ങൾ മുൻകാലങ്ങളിൽ കേരള പോലീസ് മാത്രമായിരുന്നു അന്വേഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം എടുത്തൊരു നിലപാട്, ഒരു കസ്റ്റഡി മരണവും കേരള പോലീസ് ഉണ്ടാകരുതെന്നാണ് നമ്മൾ ആഗ്രഹം. ഉണ്ടായാൽ പോലീസ് അന്വേഷിക്കേണ്ട, പുറത്തുള്ള ഏജൻസി അന്വേഷിച്ചാൽ മതി, CBI പോലുള്ള ഏജൻസികൾ അന്വേഷിച്ചാൽ മതി എന്ന നിലപാട്, അതൊരു നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റാണത്. പിന്നെ കേരള പോലീസിൻ്റെ ഇതുപോലുള്ള പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ നേട്ടങ്ങൾ നമ്മൾ കാണാതെ പോകരുതല്ലോ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം ആരാണ്? അത് അഭിലാഷ പറയേണ്ടത്. മികച്ച പോലീസ് സംവിധാനമാണ് നമുക്കുള്ളത്. അതിൽ പോരായ്മയില്ല എന്നല്ല ഞാൻ പറയുന്നത്.
ഇപ്പോൾ നമുക്ക് വിസ്മയ കേസ് ഒരിക്കലും തെളിയുമായിരുന്നു, ആരും പ്രതീക്ഷിച്ചതല്ല. കൂടത്തായിലെ ജോളി കേസ് നമുക്കറിയാമല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ മരണം ഉൾപ്പെടെ കൊണ്ടുവന്നില്ലേ, അതെല്ലാം കേരള പോലീസല്ലേ, അവരുടെ പണി അതല്ലേ. അല്ല അതെ, അപ്പൊ അവരുടെ ആ മികവിനെ അത് ആ കേസ് അന്വേഷിച്ച് കണ്ടെത്തിയില്ലായിരുന്നെങ്കിലും ആരും നമ്മൾ ഇതുപോലെ ചർച്ചയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അത് അവരുടെ പണിയാണ്. അതെ ഏറ്റവും കൂടുതൽ ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ഒരുപാട് ജോലി ചെയ്യുന്നവരാണ് കേരളത്തിലെ പോലീസ്, എന്നാൽ ഒരുപാട് ആക്ഷേപം കേൾക്കുന്നവരുമാണ്. ആ ആക്ഷേപങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ പോട്ടെ, ഇനി കോൺഗ്രസുകാർക്ക് തല്ലുകൊണ്ട വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. SFIയുടെ നേതാവായിരിക്കെ അടൂർ പ്രകാശിന്റെ നിർദ്ദേശാനുസരണം എന്നെ അതിഭീകരമായി മർദ്ദിച്ചു എന്നാണ് മധു ബാബു എന്ന ഇപ്പോഴത്തെ ഡിവൈഎസ്പിക്കെതിരെ, അന്ന് അദ്ദേഹം CI ആയിരുന്ന സമയത്ത് SFIയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഇപ്പോഴത്തെ CPM നേതാവ് പൊതുസമൂഹത്തിൽ ആരോപണം ഉന്നയിച്ചത്. അയാൾക്ക് ഇന്ന് DGPയുടെ താമ്രപത്രം കിട്ടിയിരിക്കുകയാണ്. മറ്റേ ഏതോ ഒരു സേനയെ കുറുവ സംഘത്തെ പിടിച്ചതിന് ഇന്ന് അദ്ദേഹത്തിന് താമ്രപത്രം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ മർദ്ദകരായ ആളുകൾക്ക് താമ്രപത്രം കൊടുക്കുന്ന ഏർപ്പാടാണ്. ഇടയ്ക്കൊരു വാചകം പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ അതും കൂടെ ഹൈലൈറ്റ് ചെയ്യണ്ടേ? അത് പറഞ്ഞ എന്താണ്? ആ പറഞ്ഞത് വസ്തുതയാണെങ്കിൽ അടൂർ പ്രകാശിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ആരോപിക്കുന്നു. അതെ, അദ്ദേഹം ആരോപിക്കുമ്പോ അടൂർ പ്രകാശിനെതിരെ ആയാൽ ആരോപണമല്ല. അതെന്താണ് അഭിലാഷ്? അല്ല, ആ ഉദ്യോഗസ്ഥരെ നിങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നതും താമ്രപത്രം കൊടുക്കുന്നതുമാണ് എന്റെ പോയിന്റ്. അല്ല, ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്നാണ് അദ്ദേഹത്തിന് ഇന്ന് സ്വാഭാവികമായി നമ്മൾ വളരെ മികവുള്ളവരായി കണ്ടിരുന്നവരുടെ പൂർവകാല ചരിത്രങ്ങൾ പിന്നീടല്ലേ വെളിയിൽ വന്നിട്ടുള്ളത്. അല്ലല്ല, ഇപ്പോ നമ്മൾ ന്യായീകരിക്കാനുള്ള ഞാൻ ന്യായീകരിക്കുന്ന സംഭവങ്ങളെ ന്യായീകരിക്കുന്നില്ല, 1% പോലും അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ പോലീസ് സേനയെ അടച്ചാക്ഷേപിക്കരുത് എന്ന നിലപാടേ ഉള്ളൂ. ഇപ്പൊ കൊല്ലം ജില്ലയിൽ താങ്കളുടെ നിലപാടേ ഉള്ളൂ. താങ്കളുടെ സ്വന്തം കേസെടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞാ ഞാൻ എന്റെ സ്വന്തം അനുഭവം പറയാം. എന്റെ സ്വന്തം അനുഭവം, ഞാൻ ഈ കേരളത്തിലേ ഇല്ലാതിരുന്ന ഞാൻ SFIയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൽക്കത്തയിലായിരുന്നപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവത്തിലെ 1ാം പ്രതി ഞാനാണ്. 1ാം പ്രതിയായ ആളാണ് ഞാൻ. അപ്പോൾ അത് പോലീസിന്റെ ഒരു പോലീസിങ് ഒരു സുപ്രഭാതത്തിൽ മാറുന്നില്ല, ഒട്ടേറെ മാറിയിട്ടുണ്ട്, ഇനിയും മാറണം. സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കുന്നു. ഇപ്പോൾ താങ്കളുടെ സ്വന്തം ജില്ലയിൽ കൊല്ലത്ത് ഒരു CPIMന്റെ പാവപ്പെട്ട ലോക്കൽ സെക്രട്ടറി, പാവപ്പെട്ട എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി പാവപ്പെട്ടല്ല കേട്ടോ, നല്ല ആളുകളോട് നന്നായി ഇടപെടുന്ന ഒരു ലോക്കൽ സെക്രട്ടറി പോലീസിനെതിരെ ആക്ഷേപം ഉന്നയിച്ചല്ലോ. എന്നിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം സ്റ്റേഷനിൽ പോയി ബഹളം ഉണ്ടാക്കിയെന്നല്ലേ നിയമസഭയിൽ പറഞ്ഞത്? അദ്ദേഹം സ്റ്റേഷനിൽ പോയി ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ കേസ് അദ്ദേഹത്തിനെതിരെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഇപ്പൊ മുഖ്യമന്ത്രി പോലീസിനെ ന്യായീകരിച്ച് സ്വന്തം പാർട്ടി പ്രവർത്തകനെ അയാളാണ് കുറ്റക്കാരനെന്ന് വരുത്തുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. കേരളം ഭരിക്കുന്നത് പോലീസാണോ CPM ആണോ കേരളം ഭരിക്കുന്നത്? അഭിലാഷ്, ഈ ചർച്ചയുടെ ക്യാപ്ഷൻ ഇട്ടത് തന്നെ നിങ്ങൾ എന്താണ് സെൽഫ് ഭരണമോ എന്നാണ്. അതെ, എന്താണ് സെൽഫ് ഭരണം? നിങ്ങൾ മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത് സ്റ്റേഷനുകളുടെ ഭരണം നിയന്ത്രിക്കുന്നത്, ഞാൻ പറഞ്ഞ സ്റ്റേഷനുകളുടെ ഭരണം നിയന്ത്രിക്കുന്നത് ലോക്കൽ സെക്രട്ടറിമാരാണ് എന്നായിരുന്നല്ലോ ഇന്നലെ വരെ ആക്ഷേപിച്ചിരുന്നത്. ഇപ്പൊ എന്തായാലും അതെങ്കിലും തെറ്റാണെന്നെങ്കിലും സമ്മതിക്കുന്നുവല്ലോ. ലോക്കൽ സെക്രട്ടറിക്ക് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ പോയ അനുഭവം ഇതാണ്. അത് പോട്ടെ, ലോക്കൽ സെക്രട്ടറിയുടെ അനുഭവം എന്നുള്ള നിലയിൽ കാണാം. ആ ലോക്കൽ സെക്രട്ടറി അയാളുടെ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് CPMന്റെ ലോക്കൽ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിലെത്തി ഒരു വനിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ശ്രമം നടത്തിയപ്പോൾ അയാൾ ആക്ഷേപിക്കപ്പെടുകയാണുണ്ടായത്. അതും പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇയാളാണ് കുഴപ്പക്കാരൻ, ഇയാൾ അവിടെ പോയി പോലീസുമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതാണ് ഞാൻ ചോദിച്ചത്. CPM ആണോ പോലീസാണോ കേരളം ഭരിക്കുന്നത്? അദ്ദേഹം പറയുകയും ഔദ്യോഗിക സംവിധാനത്തിൽ സ്റ്റേഷനിൽ പോയി ബഹളമുണ്ടാക്കി വർത്തമാനം പറയുക എന്ന് പറഞ്ഞാൽ അവരോട് കയർക്കുക എന്ന് പറയുന്നത് ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് ആ വാക്കല്ലേ കേസിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, കേസിനെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല, ഞാൻ പറഞ്ഞ കേസുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല. പക്ഷെ ആ സംഭവവുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ട്. പിന്നെ അദ്ദേഹം അതിൽ പ്രതിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. ശരി, ശ്രീ PR ശിവശങ്കർ, BJP. ശ്രീ PR ശിവശങ്കർ, കേരളത്തിലെ പോലീസിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങളാണ് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായി ചർച്ച ചെയ്യുന്നത്. CCTV ദൃശ്യങ്ങൾ, സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് CCTV ദൃശ്യങ്ങൾ എന്നുള്ളത് ഒരു അനിവാര്യതയായി മാറിയതോടെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇതിന്റെ ഈ ഭീഷണമായ അവസ്ഥ ഇത്ര കണ്ട് സമൂഹത്തിലേക്ക് എത്തുമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വളരെ വ്യക്തമാണ്. പീച്ചി പോലീസ് സ്റ്റേഷനിലെ ആണെങ്കിലും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആണെങ്കിലും അങ്ങ് ഒരു മര്യാദയുമില്ലാതെ ആക്രമിക്കുകയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള മൃഗീയമായ ക്രൂരത പോലീസുകാരെ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്. ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ, ഇവർ ഇത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ എന്തായാലും ഭരണാധികാരികൾക്കോ ആഭ്യന്തരമന്ത്രിക്കോ ഒരു വഴിയുമില്ല. അതുകൊണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിതാ ഇതൊക്കെ
കൃത്യമായ നടപടികൾ എടുക്കുന്നുണ്ട് എന്ന വാദത്തെ താങ്കൾ എടുക്കുന്നുണ്ടോ, അതിനെ സ്വീകരിക്കുന്നുണ്ടോ? ഒരിക്കലും ഒരു സാമാന്യബോധമുള്ള മനുഷ്യത്വമുള്ള ഒരു വ്യക്തിക്കും ഇത്തരം ഒരു ആശയത്തെ വാദത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഈ പോലീസിലെ ക്രിമിനൽസ് അത് കഴിഞ്ഞ കുറേ നാളുകളായി CPM-ഉമായിട്ട് നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ CPM-ൻ്റെ ഉന്നത അധികാരികൾ, ഉന്നത നേതാക്കൾ തിരികെ കയറ്റുന്ന ആളുകളാണ് ഇന്ന് പോലീസ് സേനയിലെ ഒരു വിഭാഗം, ഞാൻ മുഴുവൻ ആളുകളെ പറയുന്നില്ല, ഒരു വിഭാഗം ആളുകളെന്ന് പോലീസ് സേനയിലെ തന്നെ മനുഷ്യത്വമുള്ള നല്ല ആളുകൾ പോലീസ് ഓഫീസേഴ്സ് അംഗീകരിക്കുന്നുണ്ട്. അവർക്കൊരു സംശയവുമില്ല. ഈ തരം വൃത്തികേടുകൾ കാണിക്കുന്നത് ഗുണ്ടാ സംഘത്തെ പോലെ പെരുമാറുന്ന, ഒരുപക്ഷെ ഗുണ്ടാ സംഘത്തെ പോലും എന്താ പറയുക, വിഷമിപ്പിക്കുന്ന തരത്തിൽ അത്രയേറെ ദ്രോഹമായി പെരുമാറുന്ന കേരള പോലീസിലെ ഒരു വിഭാഗമാണ്. ഇതിന് സംസ്ഥാനത്തെ ഭരണകൂടത്തിലെ ചെറുടെയെങ്കിലും പിന്തുണയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ ഭരണാധികാരികൾക്ക്, പോലീസിന്, ഇവിടുത്തെ ഭരണകൂടത്തിന് ഇത്തരം ആളുകളെ കൂടി അംഗീകരിക്കുകയും അവരെ കൂടി മറ്റുള്ള എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കുന്നത് പോലെ ഇവരെയും അംഗീകരിക്കേണ്ടി വരുന്നത് ഈ ഭരണകൂടത്തിനും മുഖ്യമന്ത്രിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, ഇത് എതിരാളികളുടെ മാത്രം, കോൺഗ്രസിൻ്റെയോ BJP-യുടെ മാത്രമല്ലല്ലോ. CPI തന്നെ 2017-ലും 2018-ലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മോശപ്പെട്ട വകുപ്പ് ആഭ്യന്തര വകുപ്പാണ് എന്ന് CPI പറഞ്ഞിട്ടുണ്ട്, പലകുറി പറഞ്ഞിട്ടുണ്ട്. അവരുടെ പല ജില്ലാ സമ്മേളനങ്ങളിലും ഇപ്പോഴും പറയുന്നു. ഇതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ മാത്രം ഒരു ആരോപണമല്ല, ഇത് കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ആരോപണമാണ്. ഒന്ന്. രണ്ട്, ഈ ഭരണകൂടത്തിനെ ശരിക്കും പറഞ്ഞാൽ തകർത്തെറിയേണ്ട സമരങ്ങളാണ് ഇന്ന് നടക്കേണ്ടത് കേട്ടോ, ഒരു സംശയവുമില്ല. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തും ഒരുപക്ഷെ ഞങ്ങളുടെ ഭാഗത്തുമെല്ലാം വേണ്ടത്ര രീതിയിൽ അതിന് ഒരു ശക്തിയില്ല എന്നുള്ള കാര്യവും സംശയവുമില്ല. കാരണം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അത്രയേറെ ഒരു നിഷ്കരുണമായ ആക്രമണമാണ് പോലീസ് സ്റ്റേഷനിൽ ഇവർ നടത്തുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ വന്നിട്ട് CPM-ൻ്റെ നേതാക്കൾ ഇന്ന് ഈ ചർച്ചയിൽ പോലും അദ്ദേഹം ഒരു തെറ്റായ ഒരു വാദമുഖമാണ് ഉന്നയിച്ചത്. പോലീസ് കസ്റ്റഡി മരണത്തെ CBI കൊണ്ട് അന്വേഷിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ, സുചിത്രഞ്ജൻ പറഞ്ഞില്ലേ? എത്ര കസ്റ്റഡി മരണം CBIക്ക് കൊടുത്തിട്ടുണ്ട്? CBIയുടെ ലിസ്റ്റ് പ്രകാരം 2005-ലെ ഉദയകുമാർ, അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർത്ത് ഉള്ള 10 കസ്റ്റഡി അന്വേഷണമേ അന്വേഷിക്കുന്നുള്ളൂ. ഇവിടെ 17 ഇപ്പം തന്നെ നടന്നില്ലേ? 17 നടന്നിട്ടുണ്ട്, ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഇത് 2005 മുതലുള്ളത്. പല അന്വേഷണവും ഇതുവരെ കൊടുത്തിട്ടില്ല, CBIക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം കണക്ക് പറഞ്ഞുകൊണ്ട് CBI അന്വേഷിക്കും, പക്ഷേ ഇവർ കൊടുക്കില്ല. എത്രണ്ണം കൊടുത്തു എന്ന് അദ്ദേഹം കണക്ക് പറയട്ടെ, അതിൻ്റെ അന്വേഷണത്തിൽ എന്തായെന്ന് പറയട്ടെ. ഇതെല്ലാമാണ് ഇവിടെ നടക്കുന്നത്. തെറ്റായ ആരോപണങ്ങൾ വെച്ചുകൊണ്ട് ഈ ഭരണകൂടത്തെ സംരക്ഷിക്കുവാനായിട്ട് ചാനലിൽ വന്നിരിക്കുകയും അതുപോലെ തന്നെ അസംബ്ലിയിൽ വെച്ചിട്ടും നിയമസഭയിൽ വെച്ചിട്ടും ഇവർ പറയുന്ന ആരോപണങ്ങളെ ജനങ്ങൾ എടുക്കില്ല. ഒന്ന്. രണ്ട്, ഇവിടെ ദളിത് സ്ത്രീക്കെതിരെയുള്ള ആരോപണം നോക്കൂ. ഒരു പോലീസുകാരന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, തെറ്റായ രീതിയിൽ അവിടെ ഒരു മോഷണക്കുറ്റം ചുമത്തിക്കൊണ്ട്, തെറ്റായ മോഷണക്കുറ്റം ചുമത്തിക്കൊണ്ട് ആ ദളിത് സ്ത്രീയെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും എന്തൊക്കെയാണ് പറഞ്ഞ് ഞാൻ ചെയ്തതെന്നുള്ള പറയാൻ കൊള്ളില്ല. എന്ത് കേസെടുത്തത്? എന്തൊക്കെ ആക്ട് എടുത്ത കേസെടുത്തത്? അപ്പോൾ അവരൊക്കെ ഇപ്പോഴും സസ്പെൻഷനിൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം 50% ശമ്പളം കിട്ടും, പിന്നെ സസ്പെൻഷൻ പിൻവലിച്ചാൽ എക്സോണറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ശമ്പളവും കിട്ടുന്നു. പെറ്റി ഒരു പണിഷ്മെൻ്റാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ ബാക്കിയുള്ള ശമ്പളവും കൂടെ കിട്ടുന്നു. ഇവരെല്ലാം സുഖിച്ചു വാഴുകയാണ് ഈ ശമ്പളം കൊണ്ട്. ഏതാണ്ട് 75% ആളുകളും പെറ്റി ഒരു പണിഷ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു കയറുകയും ഈ ശമ്പളത്തിൻ്റെ 100% വാങ്ങിച്ചുകൊണ്ട് പൂർവാധികം ശക്തമായി ഈ ഭരണകൂടത്തിൻ്റെ തണലിൽ, ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് പോലീസ് ഇപ്പം നോക്കൂ, ഈ കഴിഞ്ഞൊരു ദിവസം കൊണ്ട് ഈ വനിതകൾക്കെതിരെയുള്ള ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. വാട്സപ്പ് അയക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, പോലീസിലെ 2 പേര് വാട്സപ്പ് അയച്ചു. ഒരു SIക്ക് സസ്പെൻഷൻ, SP ക്ക് ഒരു സസ്പെൻഷനില്ല, ഒരു പ്രശ്നവുമില്ല. സ്വന്തം സേനയിലെ വനിതാ ഉദ്യോഗസ്ഥർക്കുള്ള നടപടിയാണ്. അപ്പോൾ പോലീസ് സേനയിൽ ക്രിമിനൽ വൽക്കരണവും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണവും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക്, CPM-നും CPIക്കും കോൺഗ്രസിനും BJPക്കും മാത്രമല്ല മുഴുവൻ ആളുകളെയും അടിച്ചമർത്തുന്ന മർദ്ദന ഉപകരണമായി ഇവിടുത്തെ പോലീസ് മാറിയിരിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഇപ്പോൾ പറഞ്ഞു ഇത് നെഹ്റുവിൻ്റെ കാലം മുതൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാലം മുതൽ സ്വാതന്ത്ര്യത്തിന് മുൻപുമുള്ള പോലീസാണ്, അതുകൊണ്ടാണ് ഇത്തരം തെറ്റുകൾ നടക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേ ആരോപണം എങ്ങനെയാണ് UP-യിലെയും ഗുജറാത്തിലെയും പോലീസുകാർക്കെതിരെ ഉപയോഗിക്കുക? അപ്പോൾ ഇവിടെ മാത്രം നടക്കുന്നത് മുൻകാലങ്ങളിൽ നിയമിച്ച പോലീസുകാരുടെ അക്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നതും നീതിയല്ല. അത് ജനങ്ങൾ അംഗീകരിക്കില്ല, ഒരു സംശയവുമില്ല. ഇവിടുത്തെ ഭരണകൂടം, പ്രത്യേകിച്ച് പോലീസ് വകുപ്പ്, ഈ സേനയിലെ ക്രിമിനൽ വൽക്കരണത്തിന് കൂട്ടുനിന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. സാധാരണ മനുഷ്യർക്ക് ഇതിൽ വളരെ വിഷമമുണ്ട്. കേരള ജനത തീർച്ചയായും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. ശരി, ശ്രീ അബിൻ വർക്ക്, ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് 2016 മെയ് മുതൽ
2024 ജൂൺ വരെ 108 പോലീസുകാരെ പിരിച്ചുവിട്ടു. അതുപോലെ തന്നെ 2024 ഒക്ടോബർ മുതൽ സെപ്റ്റംബർ 2025 വരെ എന്ന് പറഞ്ഞാൽ ഈ മാസം വരെ തുടർന്ന് 36 പോലീസുകാരെയും അങ്ങനെ 144 പോലീസുകാരെ ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കഴിഞ്ഞ 9 വർഷം പിരിച്ചുവിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങേയറ്റത്തെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസുകാർ തെറ്റ് ചെയ്താൽ ഞാൻ സംരക്ഷിക്കില്ല. ഇതുപോലെ ഒരു അനുഭവം മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം പ്രതിപക്ഷത്തോട് ചോദിക്കുകയും ചെയ്തു. നിങ്ങളും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ആയിരുന്ന ഘട്ടത്തിൽ ഇങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പോലീസ് തെറ്റ് ചെയ്താൽ അതിൽ കൃത്യമായ നടപടിയെടുക്കും എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തോട് എന്താണ് പ്രതികരണം? അല്ല, അഭിലാഷേ, ആ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞ് മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ നടപടി ഉണ്ടായിട്ടുണ്ട്, ആ നടപടിയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനും സാധിക്കും, താങ്കൾ വാസ്തവ വിരുദ്ധമായിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് അത് നമ്മൾ തമ്മിൽ വ്യക്തിപരമായി പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പും എല്ലാ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും കറപ്ഷൻ ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ മിസ്കണ്ടക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം നടപടിയെടുത്തു. എങ്ങനെയാണ് അഭിലാഷ് നടപടിയെടുത്തത്? ഈ പോലീസാണ്, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ പോലീസാണ് മാങ്ങ മുതൽ മാല വരെ മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥർ. അതിൽ മാങ്ങ മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി വെച്ച് തലക്കടിക്കാൻ ശ്രമിച്ച, കരിങ്കോടി കാണിച്ചതിന്റെ പേരിൽ തലക്കടിക്കാൻ ശ്രമിച്ച ഗൺമാൻ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ നടക്കുകയാണ്. അനിൽകുമാർ, അയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റായ തൊടുപുഴയിലെ ബിലാൽ, അയാളുടെ കണ്ണിലടിച്ച് 40% കാഴ്ചശക്തി പോയി. ആ പോലീസ് ഉദ്യോഗസ്ഥനെ പുറത്താക്കണമെന്ന് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉത്തരവിട്ടു. എന്നിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുത്തിട്ടില്ല. ഇവിടെ ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുത്തിട്ടില്ല. ഇവിടെ ഈ വടക്കാഞ്ചേരി വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുത്തിട്ടില്ല. അയാൾക്ക് പ്രമോഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഷിറാസ് ഖാൻ എന്ന് പറയുന്ന ഒരു ജയിൽ ഉദ്യോഗസ്ഥനെ മയക്കുമരുന്ന് കേസിന്റെ പേരിൽ, മയക്കുമരുന്ന് കടത്തിയതിന് ഉപയോഗിച്ചതിന്റെ പേരിൽ എറണാകുളത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത നിയമസഭയിൽ ഉത്തരത്തിൽ പറയാണ് അയാൾക്കെതിരെ ആകെ നടക്കുന്നത് ഒരു വിജിലൻസ് അന്വേഷണം മാത്രമാണ്, മറ്റൊരു അന്വേഷണവും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ നടപടിയൊക്കെ ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് കേരളം കണ്ടതല്ലേ. ഇവിടെ പച്ചയായി രാഷ്ട്രീയ പ്രവർത്തകരെ തലക്കടിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിൽ അതിനെ അനുകൂലിച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്ത് നടപടിയെടുത്തു എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ 17 കസ്റ്റഡി മരണം. അഭിലാഷ, നിങ്ങൾ കണക്കെടുക്കുമ്പോൾ അതെടുക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ 17 കസ്റ്റഡി മരണം 2016 തൊട്ട് 2024 വരെ കാലഘട്ടത്തിൽ 8 കൊല്ലം നടന്ന മറ്റൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. 17 കസ്റ്റഡി മരണം. ആരുടെ കാലഘട്ടത്തിലാ? ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലഘട്ടത്തിലാ. ഞങ്ങൾ മാറ്റം കൊണ്ടുവന്നു എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ. ഇവിടെ MLA കുറെ അധികം കാര്യം പറഞ്ഞാലോ, അദ്ദേഹവും ഭൂതകാലത്തേക്കിടെ സഞ്ചരിക്കുകയാണ്. ഭൂതകാലം പറയാതെ, ചരിത്രം പറയാതെ വർത്തമാനം പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. NGSR, നിങ്ങൾ കൂത്തുപറമ്പിന്റെ ചരിത്രം ഇപ്പോൾ പറയാത്തെ? കൂത്തുപറമ്പ് വെടിവെപ്പിലെ പ്രധാനപ്പെട്ട കുറ്റക്കാരനെന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞത് റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചായിരുന്നല്ലോ. അന്ന് നിങ്ങൾ സമരം നടത്തിയല്ലോ, അന്ന് നിങ്ങൾ നിയമസഭയിൽ ഒരുപാട് വാഗ്വാദങ്ങൾ നടത്തിയല്ലോ. ആരാണ് സാർ കേരളത്തിലെ DGP എന്ന്? ഇതേ റവാഡ ചന്ദ്രശേഖരനല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് മഹിമയാണ് സാർ ഇവിടെ പറയാനുള്ളത്? അത് മാത്രമല്ല, രമൺ ശ്രീവാസ്തവ എന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് ശ്രീ നൌഷാദ്, താങ്കൾ DYFI നേതാവായിരുന്നപ്പോ കേരളം ഒട്ടാകെ സമരം നടത്തിയല്ലോ സാർ. എന്നിട്ട് ഇന്ന് ആരാണ് സാർ ആ പിണറായി വിജയന് പോലീസിന് വേണ്ട ഉപദേശം കൊടുക്കാനിരിക്കുന്നത്? അതേ രമൺ ശ്രീവാസ്തവയല്ലേ? അപ്പൊ ചരിത്രം പറയാൻ പോയാൽ ഒരുപാട് ചരിത്രം കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ വർത്തമാനത്തെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ കേരളം മുഴുവൻ കണ്ട ഒരു വിഷയമാണ്. വിഷ്വൽ മുഴുവൻ കേരളം കണ്ടതാണ്. ആ കേരളം കണ്ണിന്റെ മുമ്പിൽ കണ്ട ഒരു വിഷയത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ശിക്ഷാ നടപടി എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽ പോലീസ് സംഘത്തെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടി എടുക്കുന്നത് വരെ ഞങ്ങൾ സമരമുഖത്ത് തന്നെ ആയിരിക്കുമെന്ന് പറയുന്നത്. ശരി, ശ്രീ M. നൌഷാദ്, പോലീസുകാരൻ പറയുന്നത് എല്ലാം വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഭരണം നടത്തുന്നത്. ഇത് പിണറായി വിജയൻ 1977 കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ചരിത്രത്തിലേക്ക് പോകും. ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് പിണറായി വിജയൻ എന്ന യുവാവായ കമ്മ്യൂണിസ്റ്റ് MLA അതിഭീകരമായ മർദ്ദനമാണ് ഏറ്റുവാങ്ങിയത്. മർദ്ദനം ഏറ്റുവാങ്ങിയ ചരിത്രമുള്ള, ആ മർദ്ദനം ഏറ്റാൽ എങ്ങനെയാണത് ശരീരത്തെ ബാധിക്കുക എന്ന് നല്ല ബോധ്യമുള്ള, അനുഭവമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ഉന്നയിച്ച അതേ കാര്യമല്ല ഇപ്പോൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരുപാട് വരികളുണ്ട്. പക്ഷേ ഈ ഒറ്റ വാചകം ഒന്ന് എടുക്കൂ. പോലീസുകാരൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഭരണം നടത്തുന്നതെന്ന് കെ കരുണാകരനോട് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അത് സ്വയം ഒന്നുകൂടി കേൾക്കാൻ, അല്ലെങ്കിൽ ഒന്നുകൂടി അദ്ദേഹത്തിന്റെ പഴയ പ്രസംഗം വായിക്കാൻ തോന്നുന്നുണ്ടാവില്ലേ? അതല്ലേ ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്?
അല്ല അഭിലാഷേ, ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളിപ്പോൾ ഭരണപക്ഷമാണ്. ഭരണപക്ഷം ആയിരുന്നവർ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ പഴയതല്ലേ പറയാൻ പറ്റുള്ളൂ. ആ സാങ്കേതികത്വം നിങ്ങൾ മറന്നു പോകുന്നു. ഇവിടെ അല്ല, ഞാൻ പറഞ്ഞ അന്നേരം അതിന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സെൽഭരണം ഇല്ല എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ആ ക്യാപ്ഷൻ മാറ്റണം. അത് വസ്തുതയല്ല. അല്ല, അതെ, പ്രതിപക്ഷം ആക്ഷേപിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം നിങ്ങൾ എന്തിനാ ഏറ്റെടുക്കുന്നത്? അല്ല, നിങ്ങൾ ഏറ്റെടുക്കുന്ന എന്തിനാണ്? അത് ക്യാപ്ഷൻ ആക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുകളില്ലേ? ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്കറിയാമല്ലോ, MM മണി, ആ MM മണിയെ വീട് വളഞ്ഞ് എടുത്ത് കേസിൽ പ്രതിയാക്കി അകത്താക്കി ശിക്ഷിക്കാൻ ശ്രമിച്ചത് കോടതി വെറുതെ വിട്ടു. ആരാണ്? ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന, നിങ്ങളിപ്പോൾ പറയുമ്പോൾ പി രാജീവിൻ്റെ, അദ്ദേഹം വിദ്യാർത്ഥി നേതാവായിരുന്നപ്പോഴുള്ളൊരു ചിത്രമുണ്ട്. മുണ്ട് പോലും ശരിക്കും ഉടുക്കാൻ കഴിയാതെ, നഗ്നത മറയ്ക്കാൻ പോലും കഴിയാത്ത തരത്തിൽ പോലീസ് അദ്ദേഹത്തെ ആക്രമിച്ച് പിടിച്ചുകൊണ്ട് പോകുന്ന ചിത്രം. ബാലഗോപാൽ പോലീസിന്റെ മർദ്ദനത്തിന് ഏറ്റെടുത്ത് വലതുപക്ഷത്ത് ആ തരത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ അപ്പുറത്തിരിക്കുന്നവരിൽ ആർക്കാണ് ഈ പോലീസിന്റെ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടതായി വന്നിട്ടുള്ളത്? എല്ലാ സംഘടനാ നേതാക്കളും പിന്നെ അതല്ലേ ബോധപൂർവം രാഷ്ട്രീയ എതിരാളികളെ ബോധപൂർവം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടക്കുന്നില്ല. ഇപ്പോ ഇന്ന് ഷംസുദ്ദീൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് അന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ അവസ്ഥയിലാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അന്നേരം അവിടെ തന്നെ ചോദിച്ചു, പിണറായി വിജയൻ അന്ന് സഭയിൽ പ്രസംഗിച്ചതുപോലെ അങ്ങനെ കണ്ടാ പോരെ? ഞങ്ങളെ മാത്രമായിട്ട് പറയുന്നത് അല്ല. ഞങ്ങളൊന്ന് ഇത് കേരള ഈ മർദ്ദനം, പോലീസിന്റെ മർദ്ദനം പുതിയ കഥയൊന്നുമല്ല. അത്രേ ഉള്ളൂ. പരമാവധി കുറഞ്ഞിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ മുഖമായി പോലീസ് പണ്ട് ജനങ്ങൾക്ക് പേടി സ്വപ്നമായിരുന്നു എങ്കിൽ അല്ല, അത് നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. ജലീൽ സഭയിൽ ചോദിച്ചതുപോലെ ഇപ്പോ നമ്മളിപ്പോ ഒരു യുവ MLA യൂത്ത് കോൺഗ്രസിന് അബി വർക്കിയുടെ നേതാവ് ഒരു വിഷയത്തിൽ ഇടപെട്ടു. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം അങ്ങനാണോ? അബിയും അങ്ങനാണോ? അത് ഞങ്ങൾ പറയില്ല. ഞങ്ങൾ അങ്ങനെ പറയില്ല. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുകയും വിദേശത്ത് പാർട്ട് ടൈം ജോലി ചെയ്ത് സ്വദേശത്ത് ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് യൂത്ത് ലീഗുകാരെല്ലാം അങ്ങനാണോ? അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. അതിൽ പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുകളെ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കി ഭാവിയിൽ ആ തരത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും നടപടികളും എടുക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എടുക്കുമ്പോൾ ഞാൻ ചോദിക്കുക, അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ വെച്ചൊരു കൊലപാതകം നടന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി അന്നേരം തൂക്കിക്കൊല്ലാൻ കഴിയുമോ? നമ്മുടെ നടപടിക്രമങ്ങൾ പാലിച്ചല്ലേ കഴിയൂ. PR ശിവശങ്കർ, ഈ യൂണിഫോംഡ് ഫോഴ്സസിന് അധികാരം ലഭിക്കുമ്പോൾ പലപ്പോഴും ആ അധികാരം അതിരുകടന്ന് പ്രയോഗിക്കാറുണ്ട്. അത് പലയിടങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഇക്കാര്യത്തിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രമുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ ആധുനികമായ ലോകക്രമത്തിലേക്ക് അല്ലെങ്കിൽ കാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ സംസ്കാരം ഉണ്ടാവേണ്ടവരാണ് യൂണിഫോംഡ് ഫോഴ്സിലുള്ളവരും അല്ലാത്ത ഉദ്യോഗസ്ഥരും ഒക്കെ. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 17 കസ്റ്റഡി മരണങ്ങളുടെ കാര്യം പറഞ്ഞു. മറ്റ് പോലീസ് അട്രോസിറ്റീസിന്റെ വിവരങ്ങൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പേരൂർ കടയിലെ വിഷയം, അത് ഭീകരമായ ഒരു കുറ്റകൃത്യം കൂടിയായിരുന്നു. ആ സ്ത്രീ അവർ നിരപരാധിയാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ട ശേഷം അവർക്കെതിരെ വേറെ കേസ് ചുമത്തി അവരെ ഭീഷണിപ്പെടുത്താനും അവരെ ഓടിക്കാനും ഒക്കെ ശ്രമിച്ചു. അറിയാം നമുക്ക് അതിന്റെ ഭീകരമായ കാര്യങ്ങൾ. പിറ്റേന്ന് മാല കിട്ടി എന്ന് അറിഞ്ഞതിന് ശേഷം അവരോട് ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കാതെ വേഗം പോക്കോ, ഇനി കണ്ടാൽ ഇവിടെ കണ്ടുപോയാൽ വീണ്ടും ഞാൻ പിടിച്ചകത്തിടുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു വിട്ടതൊക്കെ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ പോലീസ് സേന അതിലെ ഒരു വിഭാഗമെങ്കിലും ഇത്തരത്തിൽ ഈ അമിതാധികാര പ്രവണതകളിലേക്ക് പോകുന്നത് എന്നുള്ളതിന് നമ്മൾ രാഷ്ട്രീയവും സാമൂഹികവുമായ ഉത്തരം തേടണമല്ലോ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ഡിറ്ററന്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയാൽ ഇതിനൊരു പരിഹാരമാവില്ല. ഇപ്പൊ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ് കേരളത്തിലെ ഏറ്റവും പ്രമാദമായ, നമ്മൾ ആ അമ്മയെ ഇപ്പോഴും മറന്നിട്ടില്ല. ഇപ്പോഴും അവർ കണ്ണീരിലാണ്. എത്ര കാലമായി അവർ കരയുകയാണെന്ന് നോക്കണം. 2006 മുതൽ കഴിഞ്ഞ 20 വർഷമായിട്ട് കരയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ആ പ്രതികളെ വെറുതെ വിട്ടു എന്ന ഹൃദയാഘാതമാണ് നേരിട്ടതെന്നുള്ളത് നമുക്കറിയാം. ഇതിൽ ഡിറ്ററന്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ? അതിനാരാണ് ഉത്തരവാദികൾ?
അഭിലാഷ്, ഈ ചോദ്യം വളരെ പ്രസക്തമാണ്, ദീർഘമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ദീർഘമായ ഉത്തരം പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഈ കാലയളവിൽ കഴിഞ്ഞൊരു 10-15 വർഷമായി നമുക്കറിയാം കേരളത്തിലെ ഉദ്യോഗസ്ഥർ, അത് പൊതുവെ പോലീസ് ഉദ്യോഗസ്ഥരായാലും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരായാലും എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ചെറുപ്പക്കാരാണ് ഇന്ന് പോലീസിലേക്ക് വരുന്നത്. പണ്ടത്തെ പോലെ വെറും ഒരു സാധാരണ 10ാം ക്ലാസ്സോ മെട്രിക്കുലേഷനോ ഒന്നും പാസ്സായ ആളുകളല്ല. ഹൈലി ക്വാളിഫൈഡ് MAയും MSc ഒക്കെ കഴിഞ്ഞ ഹൈലി ക്വാളിഫൈഡ് ആൾക്കാരാണ്. അവർക്ക് അതിൻ്റെ സംസ്കാരവും അതിൻ്റെ ഉയർന്ന ചിന്താഗതിയും എല്ലാം ഉണ്ട്. പക്ഷേ ഇത്തരം ആളുകളുടെ ഇടയിൽ പോലും പുഴുക്കുത്തുകളും പല രീതിയിൽ വാസനയുള്ളവരും ഡ്രഗ് യൂസ് ചെയ്യുന്നവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമുണ്ട്. അവരെയൊക്കെ ഇവിടുത്തെ പല പോലീസ് സീനിയർ ഓഫീസേഴ്സ് പറയുന്നത് ഒരു 80-60% പോലീസ് ഉദ്യോഗസ്ഥർക്ക് IPS ഉദ്യോഗസ്ഥർക്കടക്കം ഇത്തരം ക്രിമിനൽ വാസനയോ ക്രിമിനൽ ബന്ധമോ ഉണ്ട് എന്നുള്ള പ്രസ്താവന നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അഭിലാഷിന് ഓർമ്മയുണ്ടാവും, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇവിടുത്തെ തീവ്രവാദികളായ ആളുകളെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം ആ മെയിൽ ക്രൈംബ്രാഞ്ചിൽ നിന്നോ IB നിന്നോ വന്ന മെയിൽ ചോർന്നു പോയതായിട്ടൊരു വാർത്ത വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു SIയെ സസ്പെൻഡ് ചെയ്തു. ആരാണ് SIയെ സസ്പെൻഡ് ചെയ്തത്? ഞാൻ മനസ്സിലാക്കുന്നത് 2015 ജാനുവരി 7-ാം തീയതി സസ്പെൻഡ് ചെയ്തു. ആ കേസ് പിൻവലിച്ചു ഈ സർക്കാർ ആ കേസ് പിൻവലിച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുത്തു. ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ക്രിമിനൽ വൽക്കരണത്തിനും അതുപോലെ തന്നെ പോലീസ് സേനയ്ക്കുള്ളിലെ തീവ്രവാദ ബന്ധത്തിനും താന്നു കിടക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കുനിഞ്ഞു നിന്ന് കൊടുക്കുന്നു എന്ന് തന്നെയല്ലേ? ഈ സംസ്ഥാനത്തെ ഭരണകൂടം ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടേണ്ട ഒരു ഉദ്യോഗസ്ഥനെ തിരിച്ചെടുക്കുവാൻ തീവ്രവാദ ബന്ധമുള്ളവർക്ക് ആ ഇമെയിൽ ചോർത്തി കൊടുത്തുകൊണ്ട് അതിനുള്ള കുറ്റവാളിയെ പോലും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചെടുത്തു എന്ന് സൂചിപ്പിക്കുന്നത് ഭരണകൂടം പൂർണ്ണമായും ഇവിടുത്തെ തീവ്രവാദ ബന്ധത്തിനും ക്രിമിനലൈസേഷനും കീഴടങ്ങിയെന്ന് തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നത് സംസ്ഥാനത്തെ പോലീസുകാർ ശക്തമായി പ്രവർത്തിച്ചാൽ ഈ കേരളത്തിൽ ഇത്രയേറെ മയക്കുമരുന്ന് കേസുകൾ ഉണ്ടാവുമോ? മയക്കുമരുന്ന് കേസ് കസ്റ്റംസും ഇവിടുത്തെ എക്സൈസും പോലീസും നടപടിയെടുത്താൽ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ നമുക്കറിയാം ഇന്ന് കേരളത്തിലെ 65% സ്കൂളുകളും ഇവിടുത്തെ മാഫിയയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. പോലീസുകാർക്ക് അറിയാഞ്ഞിട്ടാ, ഇവിടുത്തെ എക്സൈസുകാർക്ക് അറിയാഞ്ഞിട്ടാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും പോലീസുകാർ മാത്രം നിയന്ത്രിക്കുന്നതല്ല, ഇവരെ എല്ലാം നിയന്ത്രിക്കുന്നത് ആ ഭാഗത്തെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സെൽ ഭരണം. അത് എല്ലാവർക്കുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പലർക്കും ആ സൗഭാഗ്യമില്ല. അത് ചില ആളുകൾക്ക് മാത്രം സൗഭാഗ്യമുള്ള സെൽഭരണത്തിൻ്റെ ഭാഗമായി അവർ പോലീസിനെ നിയന്ത്രിക്കുന്നു, അവർ എക്സൈസിനെ നിയന്ത്രിക്കുന്നു, അവർ വലിയ രീതിയിലുള്ള ഭരണകൂടത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പണക്കാരാകുന്നു. നമുക്കറിയാം ഈ ഇടയ്ക്ക് ആലപ്പുഴയിലെ പോലീസുകാരെയും അതുപോലെ തന്നെ ഈ മാഫിയകൾക്ക് സഹായിക്കാനായി സ്വന്തം വണ്ടി വിട്ടുകൊടുത്തിട്ട് അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസറെ കമ്മ്യൂണിസ്റ്റുകാരനെ ചിത്രരഞ്ജൻ അറിയില്ലേ? അപ്പോൾ ഇത്തരം വലിയ ക്രിമിനൽ ആക്ടിവിറ്റികളൊക്കെയാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് പാർട്ടി ആണ് എന്ന് ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2-3 തെളിവുകൾ മാത്രം പറഞ്ഞത്. ഇതുകൊണ്ടാണ് കേരളത്തിലെ ഇത്തരം വെറും ന്യൂനപക്ഷമായ പോലീസ് അധികാരികൾ, അക്രമകാരികളായ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസ് അധികാരികൾ ഇത്തരം ക്രൂരത കാണിക്കുന്നത്. അത് ഞാൻ നേരത്തെ അബിൻ വർക്കി ഒരൊറ്റ കാര്യം പറയട്ടെ, അബിൻ വർക്കിയും അതുപോലെ തന്നെ ഇവർ പറഞ്ഞാലും അവരെ മാത്രമല്ല, തൃശ്ശൂരെ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിനെ പുറകിൽ നിന്ന് ലാത്തി അടിച്ചിട്ട് ആ ലാത്തി ഒടിഞ്ഞുപോയി. ഈ കഴിഞ്ഞ ദിവസം ഒരു ജനാധിപത്യ സമരം ചെയ്തപ്പോഴാണ് പുറകിൽ നിന്ന് അടിച്ചിട്ട് ലാത്തി ഒടിഞ്ഞു പോയത്. നിങ്ങൾ കണ്ടതല്ലേ? ആ പോലീസുകാർക്ക് എന്ത് നടപടിയെടുത്തു? ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടല്ലോ, ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പുറകിൽ നിന്ന് ആ മനുഷ്യൻ്റെ തലക്കടിച്ചുകൊണ്ട് ലാത്തി വരെ ഒടിയുന്ന രീതിയിലുള്ള മർദ്ദനമാണ് ഈ പോലീസുകാർ ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഒരു ജില്ലാ അധ്യക്ഷനെ അവിടെ MP അടക്കമുള്ള ആളുകൾ ഉണ്ടായപ്പോൾ പോലും ഞങ്ങൾ അടിച്ച് തലയിൽ ലാത്തി അടിച്ച് ഒടിക്കുവാനായിട്ട് ശ്രമിക്കുന്ന പോലീസ് അധികാരികൾക്ക് പിന്തുണ ഇവിടുത്തെ ഭരണാധികാരികളാണ്. ഈ പോലീസ് സേനയിലെ ഭരിക്കുന്ന നേതൃത്വമാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത് കൈ കഴിഞ്ഞ് ഇത് കുറച്ച് ഒറ്റപ്പെട്ട ആരോപണമാണ്, ഞങ്ങളിത് അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത്തരം നിരവധി അനുഭവങ്ങൾ പ്രതിപക്ഷത്ത് ഉണ്ട്, ഞങ്ങൾക്ക് പറയാനുണ്ട്. അത് കേൾക്കാൻ ഇവിടെ ഭരണകൂടം ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ സമരമുഖത്തേക്ക് ഇറക്കുന്നത്. ഒരു സംശയവുമില്ല, കേരളത്തെ ജനതയ്ക്ക് ഇത്തരം ചർച്ചയ്ക്ക് ചെയ്യാതെ തന്നെ ഈ ഭരണകൂടം എന്തുകൊണ്ടാണ് ഈ പുഴുക്കുത്തുകളെ പിന്തുണയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം അത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, ഓക്കെ. ശ്രീ അബിൻ വർക്കി, താങ്കൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ
ഒരു മാർച്ച് നയിക്കുമ്പോൾ, സെക്രട്ടേറിയറ്റ് മാർച്ച് നയിക്കുമ്പോൾ പോലീസ് താങ്കളെ മർദ്ദിക്കുന്നതിന്റെ ചിത്രം താങ്കൾ അയച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അത് വസ്തുതയാണ്. അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ പല നേതാക്കളും, രണ്ട് പക്ഷത്തെയും നേതാക്കൾ അതാത് സമരങ്ങൾ നയിക്കുന്ന കാലത്ത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഇപ്പോൾ ഇന്നാണ് ഈ നിയമസഭാ ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രതീഷിന്റെ, അതായത് പീച്ചി പോലീസ് സ്റ്റേഷനിൽ ആരോപണ വിധേയനായ രതീഷിന്റെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. പേരൂർക്കട സ്റ്റേഷനിൽ പ്രസാദ്, പ്രസന്നകുമാർ എന്നീ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിലെയും കുണ്ടറ പോലീസ് സ്റ്റേഷനിലെയും പരാതികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുമാതിരി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നടപടികൾ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതിന്റെ മുറയ്ക്ക്, അല്ലെങ്കിൽ ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്നതിന് മുറക്കെങ്കിലും നടപടികൾ വരുന്നുണ്ട് എന്ന് ആശാവഹമായി പ്രതീക്ഷിക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? അത് അല്ല, അതെന്ത് ആശാവഹമാണ് അഭിലാഷ്. കാരണം ഒരു വിഷയം നടന്ന് 2 കൊല്ലം കഴിഞ്ഞ് ആ വിഷയത്തിൽ സമരം നടത്തുമ്പോൾ മാത്രമാണ് ഞങ്ങൾ നടപടി എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ പോലീസ് സേനയുടെ സിസ്റ്റം ഫെയിലിയർ ആണെന്ന് പറയുന്നത്. കാരണം ഏതൊരു ഡിപ്പാർട്ട്മെന്റിനേക്കാൾ വിഭിന്നമായി പോലീസ് സേനയിൽ ഇന്റേണൽ കംപ്ലൈന്റ് ഉള്ള, അല്ലെങ്കിൽ ഇന്റേണലായി അവർക്ക് നടപടിക്രമങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സേനയാണ്. ആ സേന കഴിഞ്ഞ 2 കൊല്ലമായി കുന്നംകുളത്തെ വിഷയത്തിൽ അവർക്കറിയാവുന്ന വസ്തുത, ഇത് നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ് എന്നല്ലേ ഉള്ളൂ, പക്ഷെ അവർക്കറിയാവുന്ന വസ്തുതയ്ക്ക് പുറത്ത് അടയിരുന്ന് സമരം നടത്തി ഇത്രയും വലിയ ചർച്ചയായപ്പോൾ ഒരു നടപടി എന്ന പേരിൽ സസ്പെൻഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മളൊരു നടപടിയായിട്ട് കാണാൻ സാധിക്കും? ഇല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് അടിയന്തര പ്രമേയത്തിൽ വിഷയങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ അതിന്മേൽ ഒരു അന്വേഷണം നടത്താമെന്ന് പറയുമ്പോൾ ആ സിസ്റ്റം എത്രമാത്രം ശരിയാണെന്നാണ് നമ്മൾ കരുതപ്പെടേണ്ടത്. ഇല്ലെങ്കിൽ പീച്ചി സ്റ്റേഷനിലെ വിഷയം തന്നെ, പീച്ചിയിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഏതൊക്കെ ദൃശ്യം വന്നേ? ഇവിടെ പരസ്യമായി കോഴപ്പണം മേടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ പണത്തിന്റെ പകുതിയിലധികം പോലീസിനാണ് എന്നുള്ള വിവരം പുറത്തു വന്നു. ഇതിനു മുമ്പേ ശ്രീ എം ഷംസുദ്ദീൻ ഒരു അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ചോദിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രി ചൂടായി. എന്തിനാ ചൂടാവുന്നേ? പോലീസ് അങ്ങനെ കാശൊന്നും മേടിക്കുന്നവരല്ല, ഗൂഗിൾ പേ മേടിക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോ പരസ്യമായി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ, അല്ലെങ്കിൽ പോലീസുകാർക്ക് കൊടുക്കാൻ പരസ്യമായി കോഴപ്പണം കൊടുക്കുന്നതിന്റെ ദൃശ്യം വരെ പുറത്തു വന്നിട്ട് ഇപ്പോഴാണ് നടപടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ സത്യത്തിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് പണി? ഇതിനകത്ത് നടപടി എടുക്കാൻ പറ്റാത്ത ആഭ്യന്തരമന്ത്രി എന്തിനാണെന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതിനകത്ത് എത്രയോ വിഷയങ്ങളുണ്ടായി. ഞാൻ നേരത്തെ ഒരു വലിയ ലിസ്റ്റ് ഓഫ് വിഷയങ്ങൾ പറഞ്ഞു. എത്ര വിഷയം? ഇപ്പൊ മൂവാറ്റുപുഴ, എന്റെ അഭിലാഷ്, ഒരു ചെറുപ്പക്കാരൻ ബാറ്ററി കൊണ്ട് വിറ്റു. നിങ്ങളത് കേൾക്കണം. അത് ആ ചെറുപ്പക്കാരൻ അമൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബാറ്ററി കൊണ്ട് വിറ്റു. ആ ബാറ്ററി കടയിൽ നിന്നും മറ്റൊരു ബാറ്ററി മോഷണം പോയി. ആ മോഷണ കേസിലെ പ്രതി ഇവനാണെന്ന് പറഞ്ഞ് ചെന്നപാടെ ഇവനെ ചോറുണ്ടോണ്ടിരുന്ന വീട്ടിൽ നിന്ന് അവനെ പിടിച്ചിറക്കിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നതിനിടയ്ക്ക് ബാറ്ററി കടക്കാരൻ പറഞ്ഞു, ഇതാണ് എന്റെ മോഷണം പോയ ബാറ്ററിയുടെ രേഖകൾ എന്ന് പറഞ്ഞപ്പോൾ ആ ബാറ്ററി അല്ല ഈ ബാറ്ററി. അപ്പൊ ആ ചെറുപ്പക്കാരൻ മുഖത്തടിച്ച് പൊട്ടറ കൂട്ട എന്ന് പറഞ്ഞവനെ വീട്ടിൽ വിടുകയാണ്. അവൻ കേസുമായി പോകുമെന്ന് പറയുമ്പോൾ CPM നേതാക്കന്മാർ പോയിട്ട് സെറ്റിൽമെന്റ് നിൽക്കുകയാണ്. ഇത് കേരളത്തിൽ എത്ര തവണയായി നടക്കുന്നു? ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പരമ്പരയും ഘോഷയാത്രയല്ലേ കേരളത്തിൽ നടക്കുന്നത്? എന്നിട്ട് ശ്രീ എം നൗഷാദിനെ പോലെയുള്ള ആളുകൾ അതേപോലെ ന്യായീകരിക്കുമല്ലേ? ഇപ്പോഴും ന്യായീകരണം എന്താ പറയുന്നത്? ഇവർ പറയുന്ന ഭൂതകാലത്തെ ന്യായീകരണമല്ലേ? ഞാൻ എല്ലാവരും ഒന്നിച്ച് പറയുന്നില്ല. ശ്രീ എം നൗഷാദ് ഇപ്പൊ കൊല്ലം ജില്ലയിലെ തന്നെ മറ്റൊരു MLA ഉണ്ട്, M മുകേഷ്. അയാൾക്കെതിരെ ഗുരുതരമായ പീഡന ആരോപണവും പരാതിക്കാരിയും ഉണ്ടായിരുന്നു, കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അയാളുടെ സ്വഭാവമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാനിവിടെ പറയുന്നില്ല. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ റിവേഴ്സ് ഹവാല നടത്തിയെന്ന് ഒരു പാർട്ടിക്കാരൻ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഉള്ള പാർട്ടിയുടെ മുഴുവൻ MLA-മാരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ M നൗഷാദൊന്നും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ഭരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിന് യാതൊരു കൺട്രോളും ഇല്ല ഈ പോലീസ് സേനയിൽ. അദ്ദേഹം പറയുന്നത് പോലെ അല്ല പോലീസ് സേന നടക്കുന്നത്. ഇവിടെ കുറെ ഉപജാപക സംഘം അത് നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ നിവർത്തിക്കുന്നത് ക്രിമിനൽ സംഘമാണ്. അതുകൊണ്ടാണ് ഇതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി എടുക്കാത്തത്. ഒരു നടപടി പോട്ടെ. വിഘ്നേഷ് എന്ന് പറയുന്ന ഒരു DYFI-കാരൻ കഴിഞ്ഞ ദിവസം ഞാൻ പങ്കെടുത്ത ഒരു ചർച്ചയിൽ വന്നു. അയാൾ പറയാണ് 3 കൊല്ലമായി ഈ സുജിത്തിന് 2 കൊല്ലം കൊണ്ട് നിയമ പോരാട്ടത്തിലൂടെ നീതി കിട്ടി. പക്ഷെ എന്റെ കേസ് വാദിക്കുന്നത് ഐലുവിന്റെ എന്ന് പറഞ്ഞാൽ ലോയേഴ്സ് യൂണിയൻ CPM-ന്റെ അഭിഭാഷക സംഘടനയുടെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ്. അയാൾ നീതിയും മേടിച്ചു തന്നിട്ടില്ല, പാർട്ടി എനിക്കൊട്ട് നീതിയും തന്നിട്ടില്ല. ആരാണ് പറയുന്നത്? ശ്രീ എം നൗഷാദിന്റെ നാട്ടുകാരനായ വിഘ്നേഷ് എന്ന് പറയുന്ന DYFI-കാരൻ പറയാണ്. അപ്പൊ ആർക്കാണ് ഇവിടെ പരാതിയില്ലാത്ത? DYFI-കാരനും പരാതിയാണ്, കോൺഗ്രസ്സുകാരനും പരാതിയാണ്, BJP-കാരനും പരാതിയാണ്, സാധാരണ ജനങ്ങൾക്കും പരാതിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ അമലൊന്നും യാതൊരു രാഷ്ട്രീയ ഇതുള്ള ആളുകളല്ല, അവർക്കും പരാതിയാണ്. എന്ന് പറയുമ്പോൾ
സാധാരണക്കാരനെ ഇവിടെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പോലീസ് സേനയാണ് കഴിഞ്ഞ കുറെ കാലമായി പോലീസിലുള്ളത്. അവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്ക് ഇതിൽ കൺട്രോൾ ഇല്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് കൃത്യമായ നടപടി. ആ നടപടി എന്ന് പറഞ്ഞാൽ പേരിന് എന്തെങ്കിലും ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്യലോ സസ്പെൻഷനോ അല്ല, പുറത്താക്കണം, കാക്കി അഴിച്ചു വെക്കണം. അവർ അൺഫിറ്റ് ആണ് ഈ ജോലിക്ക് എന്നുള്ളത് വരുത്തി തീർക്കണം. എന്നാലേ പാഠം പഠിക്കൂ, എന്നാലേ നമ്മുടെ സേന നന്നാവുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. ശരി, അവിടെ ശ്രീ നൗഷാദ്, ഈ കാക്കി അഴിച്ചു വെക്കണം എന്നുള്ള കാര്യത്തിൽ ആ വിഷ്വൽ കണ്ട ആളുകൾക്കൊന്നും സംശയം ഉണ്ടാവില്ല. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറേണ്ട രീതിയിലല്ല അവിടെ ആ ഉദ്യോഗസ്ഥർ പെരുമാറുന്നത്. അതുകൊണ്ട് അവർ ആ ജോലി കൺഫിറ്റ് ആണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ട ആളുകൾക്ക് പറയാം. ഇവിടെ അങ്ങനെ ഒരു സന്ദർഭത്തെ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? ഇന്ന് മുഖ്യമന്ത്രി ആവട്ടെ, ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങളാവട്ടെ, ഈ ചെറുപ്പക്കാരൻ, യൂത്ത് കോൺഗ്രസിന്റെ മർദ്ദനമേറ്റ ചെറുപ്പക്കാരൻ സുജിത്ത് എന്തോ വലിയ കുഴപ്പക്കാരനാണ്, അയാൾ 11 കേസിൽ പ്രതിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. 11 കേസിൽ പ്രതിയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ അനിൽ അക്കര അതിന്റെ 11 കേസിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ, അയാൾ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ സമരങ്ങളിലും പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കേസിൽ പ്രതിയാവും. അത് ആനക്കാര്യമോ അത്ഭുതമൊന്നുമല്ല. പക്ഷേ 11 കേസിൽ പ്രതിയാണ് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇത് ഏതോ വലിയ ക്രിമിനൽ, അവനെ കൊണ്ടുവന്ന് ഇടിച്ചത് വലിയ കുഴപ്പമാണോ എന്ന മട്ടിൽ ആ ധ്വനിയിൽ സംസാരിക്കുന്നത് പോലെയുണ്ട്. ഈ പരാതിക്കാരനെ അല്ലെങ്കിൽ അനീതി നേരിട്ട ഒരാളെ കൂടി വേട്ടയാടിക്കൊണ്ടാണോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നടപടിയെടുക്കുന്നത്? അഭിലാഷ്, വസ്തുതകളായി കാണണം. അത് വളരെ കൃത്യമായി സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടുമ്പോൾ അദ്ദേഹം നിരവധി കേസുകളിലെ പ്രതിയാണ്. പക്ഷെ അതിൽ രാഷ്ട്രീയ കേസുകളും ഉണ്ട്, പക്ഷെ ക്രിമിനൽ കേസും ഉണ്ട്. രണ്ടും രണ്ടാണ്. അത് അങ്ങനെ തന്നെ കാണണം. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നിപ്പോൾ അബിൻവർക്ക് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് പറയാനുള്ള ആ സമയവും സാവകാശവും തരണം. ഞാൻ പറഞ്ഞതെന്താണ്, കേരള പോലീസ് ഒട്ടേറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസിംഗ് സംവിധാനമുള്ളത് കേരളത്തിലാണ്. എന്നാൽ അതിൽ ഈ പറയപ്പെടുന്നത് പോലുള്ള പുഴുക്കുത്തുകൾ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ മാത്രമല്ലേ ഒരു സർക്കാരിന് കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമുക്ക് ഇപ്പോൾ DGP ആയി സെൻകുമാറിനെ നിയമിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷെ നിയമിക്കേണ്ടി വന്നില്ലേ? നമ്മുടെ മുമ്പിലുള്ളതല്ലേ. ഇവിടെ കേരള പോലീസ് നിങ്ങളിപ്പോൾ പറയുമ്പോൾ വിസ്മയ കേസ്, കൂടത്തായി കേസ്, ഉത്തര പാമ്പ് കടിച്ച് മരിച്ചത് കൊലപാതകയെ കണ്ടെത്തി. ജിഷ കേസ്, ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ജിഷ കേസ്, ചെരുപ്പ് തൂക്കിയിട്ട കഥയിലേക്കൊന്നും പോകുന്നില്ല. ഇലന്തൂർ നരബലി കേസ്, അതുപോലെ തന്നെ നെന്മാറ കൂട്ടക്കൊല കേസ്, പിന്നെ ഇപ്പോൾ കോവളത്തൊരു വിദേശ വനിത കൊല്ലപ്പെട്ടത്, അതുപോലെ തന്നെ കൊല്ലത്തൊരു കുട്ടിയെ കാണാതെ പോയത്, തിരുവനന്തപുരത്ത് ഒരു കുട്ടിയെ മിസ്സിംഗ് ആയത്, ഇങ്ങനെയുള്ള എല്ലാ കേസുകളും അവർ തെളിയിച്ചു. പറഞ്ഞു തീർക്കട്ടെ, പറഞ്ഞു തീർത്തോട്ടെ. അതിനോടൊപ്പം ഇവിടെ മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞു. ആ മയക്കുമരുന്ന് കേന്ദ്രത്തിൽ പോയി, ഞാൻ പറഞ്ഞ MDMA നിർമ്മാണ കേന്ദ്രത്തിൽ പോയി അറസ്റ്റ് ചെയ്യാൻ അവിടുത്തെ പോലീസ് പോലും അവിടെ ഇവർ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ആ തരത്തിൽ മികവാർന്ന പ്രവർത്തനം നടത്തുന്ന പോലീസിനെ അടച്ചാക്ഷേപിക്കരുത്. ഇവിടെ തീവ്രവാദ ബന്ധം പറഞ്ഞു. ഇവിടെ ഇന്ന് കേരളത്തിൽ ഇവിടെ വർഗീയ സംഘർഷങ്ങളില്ല. ഇവിടെ ഇപ്പം മാറാടില്ല, പൂന്തറയില്ല, ചാലക്കമ്പോളം കത്തുന്നില്ല. സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞ ഓണം കടന്നുപോയി. നമുക്ക് ആഘോഷങ്ങളെല്ലാം സന്തോഷകരമായി നടന്നു. ഇവിടെ വാട്സപ്പ് ഹർത്താൽ ഓർമ്മയുണ്ടല്ലോ അഭിലാഷിന്? വാട്സപ്പ് ഹർത്താൽ ക്രിയേറ്റ് ചെയ്ത ID ഉപയോഗിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ഹർത്താൽ നടത്തിയ അത് കണ്ടെത്തിയത് കേരള പോലീസാണ്. ആ തരത്തിൽ മികവാർന്ന പ്രവർത്തനമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം പിന്നെ ഇവിടെ ഇപ്പോൾ PK ഞാൻ ചോദിച്ചത് മയക്കുമരുന്ന് കേസ് കളിച്ച് PK ബ്രോസിന്റെ അനിയനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചിട്ടില്ലേ? നിരവധി യൂത്ത് കോൺഗ്രസ്സുകാരെ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടിട്ടില്ലേ? അതിനെല്ലാം ആ തരത്തിൽ സാമാന്യവൽക്കരിക്കേണ്ട കാര്യമുണ്ടോ? ആ പണി ഞങ്ങൾ നടത്തുന്നില്ല. ഇവിടെ ഇപ്പോൾ മുകേഷിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ എന്നിട്ട് എൻ്റെ ഒരു മര്യാദയ്ക്ക് പേര് പോലും പറയാതാണ് പറഞ്ഞത്. നിങ്ങളുടെ അബീൻ ബർക്കയുടെ നേതാവ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായിയാണല്ലോ. അപ്പൊ നേതാവ് അങ്ങനെ ആണെങ്കിൽ പിന്നെ ബാക്കി ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് തിരിച്ചു പറയാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മുടെ ഒരു ചർച്ചയിലിരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതും വസ്തുതകൾ, വിമർശനങ്ങൾ പറയാം, കുറ്റപ്പെടുത്തലുകളാവാം, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ മികവിനെ കൂടി കാണണം. അഭിലാഷിനോട് ഇപ്പം ഞാൻ ചോദിക്കും, നമ്മളിപ്പോൾ പോലീസിൻ്റെ ഈ തരത്തിലുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ച ഒട്ടേറെ കേസുകളുണ്ടല്ലോ. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു പാനലുകളെ വിളിച്ച് ഇരുത്തി നമ്മൾ ആ പോലീസിൻ്റെ മികവിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? വാർത്ത കൊടുക്കും, പോലീസ് സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞൊരു കമന്റ് പറഞ്ഞു പോകും. ചെയ്തിട്ടില്ല. അതും കൂടി ആകണം. വിമർശനങ്ങൾ ഉണ്ടാകണം. ഈ ഗവൺമെന്റ് കസ്റ്റഡി മർദ്ദനത്തെ അനുകൂലിക്കുന്നില്ല.
കാരണം അത് ഏറ്റുവാങ്ങിയ മഹാഭൂരിപക്ഷം പേരും ഞങ്ങളുടെ സഖാക്കളാണ്. അതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ ഒരു ഗവൺമെന്റിന് പാർട്ടി കമ്മിറ്റി അല്ലല്ലോ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതിന് അതിൻ്റെ ഒരു വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൂടി മാത്രമേ കഴിയുകയുള്ളൂ. ആ തരത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 144 പേരെ പിരിച്ചുവിട്ടു. അതെല്ലാ ഗവൺമെന്റ് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ അബിൻ വർക്കിക്ക് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നല്ലോ രമേശ് ചെന്നിത്തല. ആ ആഭ്യന്തര മന്ത്രി ആയിരുന്നു, ഉച്ചയ്ക്കാണല്ലോ. ഇത്രയും നേരമായിട്ടും എത്ര പേരെ എവിടൊക്കെ എന്നിപ്പോ വന്ന് പറയാൻ ഇത് അങ്ങനെ അന്തരീക്ഷത്തിൽ വർത്തമാനം പറയരുത്. വളരെ കൃത്യമായി കണക്കുകൾ വെച്ചിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ കണക്കുകൾ പറ. പക്ഷെ ഇപ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സർക്കാരിനെ പേടിയുണ്ട്, ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്. വളരെ മികവാർന്ന പ്രവർത്തനം തന്നെയാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല. അവർക്കെതിരായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാരിന്. ശരി, ശ്രീ പി ആർ ശിവശങ്കർ, ഒരു കോൺഗ്രസ് പ്രവർത്തകനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചു എന്നുള്ളത് മാത്രമല്ല വിഷയം. നിരവധി മർദ്ദനങ്ങളുടെ അല്ലെങ്കിൽ പോലീസ് അട്രോസിറ്റീസിന്റെ വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ അതൊരു പൊതുവിഷയമാണ്. നോക്കൂ, UDF ഒരു കോൺഗ്രസിന്റെയും ഒരു ലീഗിന്റെയും MLA സത്യാഗ്രഹം കിടക്കുകയാണ് നിയമസഭയ്ക്കകത്ത്. ഒരു വലിയ സമരത്തിലേക്ക്, നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സത്യാഗ്രഹ സമരം പോലെയുള്ള ഒരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് അവർ പോകുന്നു, സമരം ചെയ്യുന്നു. BJPക്ക് സമരമൊന്നുമില്ലേ? അല്ല അഭിലാഷ്, സമരമാക്കുവാനും ചോദിക്കാണ് മാധ്യമങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. നോക്കൂ, അല്ല, നിങ്ങൾ പത്രം വായിക്കാറില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂസ് ചാനൽ മാത്രമേ കാണാറുള്ളൂ നിങ്ങൾ കൊടുക്കാത്ത? ഇപ്പൊ ഇന്നലെ ഇവിടെ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ എന്തോ ഇതുപോലെ വലിയ തലത്തിലുള്ള സമരമില്ല എന്നാ ചോദിച്ചത്. പ്രാദേശിക തലത്തിൽ പ്രകടനമൊക്കെ നടന്നിട്ടുണ്ടോ? പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം നടത്തിയിട്ടുണ്ട്, താലൂക്ക് കേന്ദ്രങ്ങളിലേക്ക് സമരം നടത്തിയിട്ടുണ്ട്. ധാരാളം ഇത്തരത്തിലുള്ള മാർച്ചുകളെല്ലാം ഇന്നിപ്പോൾ കമ്മീഷണർ ഓഫീസിലേക്ക് എറണാകുളത്ത് മാർച്ച് നടത്തിയിട്ടുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലും നാളെ പാലക്കാടും ഒക്കെ സമരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു നടക്കുന്നുണ്ട്. അപ്പോൾ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ അതിനെക്കുറിച്ച് പറയാം. ഇവിടെ ഇപ്പോൾ സംസ്ഥാനത്ത് MLA-മാരുടെ സമരം തുടങ്ങി, ഇത്തരം സമരം തുടങ്ങി. ഇത്തരം ഒരു നിരന്തരമായ പോലീസ് ആക്രമണം ഉണ്ടായാൽ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളാണെങ്കിൽ വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടായേനെ. അത്തരം ജനരോഷത്തെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്, ഞാനത് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, പ്രതിപക്ഷത്തിന് മുന്നോട്ട് നയിക്കാൻ കഴിയാത്തത് സംസ്ഥാനത്തെ പ്രതിപക്ഷവും വളരെ മറ്റൊരു രീതിയിൽ വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളെ ഭയക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതെയോ ഇത്തരം നേതാക്കളെ CPM-ലെ പല നേതാക്കൾ കോൺഗ്രസിലെ നല്ല നേതാക്കളെ ചിലരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചില ഭീഷണിയോ ചില ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നുണ്ടോ എന്ന് ഭയമുണ്ട്. അതല്ലെങ്കിൽ ഇതല്ല സമരം വേണ്ടിയിരുന്നത്. ഇത്തരം സമരമുറകളല്ല. വലിയ രീതിയിലുള്ള ജനമുന്നേറ്റം കോൺഗ്രസിന് നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് CPM-ഉം കോൺഗ്രസും ഈ ഭരണകൂടത്തെ ഭയക്കുന്നു എന്നുള്ളതോ CPM-കാർ ഇവരെ ഭയപ്പെടുത്തിയോ എന്നുള്ളതാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു നിരന്തരമായി നൗഷാദ് പറയുന്ന തെറ്റിദ്ധാരണകരമായൊരു കാര്യം, ഇവിടെ കേരളത്തിലെ മാറാടോ മട്ടാഞ്ചേരിയോ പൂന്തുറയോ നടന്നില്ല എന്ന് പറയുമ്പോൾ ഇത് രാജ്യത്തിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള റൈറ്റ് അല്ലെങ്കിൽ റിലീജിയസ് റൈറ്റ്, ഈ കലാപങ്ങൾ നടന്നിട്ടില്ല എന്നുകൂടെ താങ്കൾ മനസ്സിലാക്കണം. അത് കേരളത്തിന്റെ മാത്രം ഗുണമല്ല. ഇത് തന്നെയാണ് താങ്കൾ മറ്റൊരു രീതിയിൽ പ്രഖ്യാപിച്ചത്. വലിയ രീതിയിലുള്ള ക്രിമിനൽ കേസുകൾ നടത്തി സംസ്ഥാനത്തെ പോലീസ് സംവിധാനം വിജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ മേന്മ മാത്രം ഞങ്ങൾക്ക് വേണം. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ നടക്കുന്ന മറ്റ് ക്രൂരതകളുടെ പോലീസ് കസ്റ്റഡി മരണത്തിന്റെ ഒന്നും നേട്ടം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കോ ഭരണകൂടത്തിനോ പോലീസ് വകുപ്പിനോ വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന യുക്തി ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ജനങ്ങൾക്ക് മനസ്സിലാകും. ഏതെങ്കിലും പോലീസുകാരൻ, പലതും പോലീസ് നായയാണ് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്, അതിന്റെ മെഡലുകളാണ് പലരുടെ നേരത്തെ ഇരിക്കുന്നതെന്നും നമുക്കറിയാം. അപ്പൊ ഇത്തരം കാര്യങ്ങളെ പോലീസ് നായ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളുടെ നേട്ടപ്പട്ടിക പോലും പിണറായി വിജയന് താലത്തിൽ വെച്ച് കൊടുക്കുന്ന താങ്കളെ പോലുള്ള ആളുകളാണ് സത്യത്തിൽ ഇത്തരം ക്രൂര പീഡനങ്ങളുടെ പിന്തുണയായി ഈ സംസ്ഥാനത്ത് ഭരിക്കുന്നത്. ഇതാണ് മാറ്റേണ്ടത്. ഈ ക്രൂരന്മാരായ പോലീസുകാരെ നിങ്ങൾ വ്യക്തമായി പറയണം. ഇത് തെറ്റാണെന്നും ഇത് പാടില്ലെന്നും ഇവരെ പിരിച്ചുവിടാൻ പറ്റണമെന്നും പറയുവാൻ സാധിക്കേണ്ടതാണ് ഒരു ജനാധിപത്യം വിജയിക്കുന്നത് നൗഷാദ്, അല്ലാതെ ഇവരെ പിന്തുണയ്ക്കുമ്പോഴല്ല. ശരി, ചർച്ച അവസാന ഘട്ടത്തിലേക്കാണ്. അബിൻ വർക്കി, സാധാരണ നിലയിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഒരു ദിവസം ഒരു വിഷയം, അടുത്ത ദിവസം മറ്റു വിഷയങ്ങൾ, ധാരാളം വിഷയങ്ങൾ സഭയിൽ റിഫ്ലക്ട് ചെയ്യാനുള്ള അവസരം ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുക. ഇവിടെ ഇപ്പൊ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലൊരു തീരുമാനം ഉണ്ടാവാതെ മറ്റു കാര്യങ്ങൾക്കില്ല എന്ന നിലയിലുള്ള കർക്കശമായ നിലപാടുണ്ടോ? ഇതിൽ തന്നെ നിൽക്കാൻ പോവുകയാണോ? അല്ല, ഇത് സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം ഇതാണ് ശ്രീ അഭിലാഷ്. കാരണം സാധാരണ ജനങ്ങൾ പോലീസിൽ സമർപ്പിക്കുന്ന ഒരു വിശ്വാസം അത് തകർന്നിരിക്കുകയാണ്.
അത് തിരികെ പിടിക്കേണ്ടത് കേരളത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ BJPയുടെ ഒന്നും മാത്രമല്ല, അത് തിരികെ പിടിക്കേണ്ടത് കേരളത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ്. അതിന് തക്കതായ നടപടികൾ ഉണ്ടാകണം. കാരണം കേരളം മുഴുവൻ ആദ്യമായി കണ്ട ഒരു പോലീസ് സ്റ്റേഷൻ വിഷ്വലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഒരു വിഷ്വൽ കേരളം കാണുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ ചിന്താഗതി പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഇതാണ് സംഭവിക്കുന്നത്. ആർക്കാണ് സംഭവിക്കുന്നത്? ഒരു പൂജാരിയായ ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവായ ആ നാട്ടിൽ ഒരു അറിയപ്പെടുന്ന വ്യക്തിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്നുള്ളതിൽ സാധാരണക്കാർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആശങ്ക പരിഹരിക്കുന്നതിന് ഈ നടപടി വളരെ അധികം ആവശ്യമാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഈ നടപടിക്ക് വേണ്ടി നിൽക്കുന്നത്. പിന്നെ ഇവിടെ ശ്രീ M. നൗഷാദ് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് കേട്ടോ. അദ്ദേഹം ഞങ്ങളുടെ MLA-മാരുടെ കാര്യമൊക്കെ പറയും. ശ്രീ M. നൗഷാദ്, താങ്കൾ ഒന്ന് പറഞ്ഞാൽ പിന്നീട് വീണ്ടും പറയേണ്ടി വരും. കാരണം താങ്കളുടെ ജില്ലയിൽ തന്നെയാണ് ഈ കേസുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒട്ടേറെ ആളുകളുണ്ട്, അതിൽ മന്ത്രിയുമുണ്ട്. അപ്പോൾ താങ്കൾ ഒന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു വീണ്ടും പറയേണ്ടി വരും. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും തർക്കത്തിലേക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് താങ്കളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ താങ്കൾ ആദ്യം ഇവിടെ ഏതാണ്ട് സമരത്തിന്റെ കാര്യം ഇന്ന് മുഖ്യമന്ത്രിയും പറയുന്നത് കേട്ടു. നിങ്ങളിൽ ആർക്കാണ്, അല്ലെങ്കിൽ ഭരണപക്ഷത്ത് നിന്ന് ചോദിക്കുന്നത് കേട്ടു, നിങ്ങളിൽ ആർക്കാണ് മർദ്ദനമേറ്റത്? പിന്നെ ഞങ്ങളൊക്കെ മർദ്ദനമേറ്റത് അതിർത്തി തർക്കത്തിന്റെ പേരിലാണല്ലോ. 1.5 സെന്റ് അതിർത്തി തർക്കത്തിന്റെ പേരിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്തപ്പോൾ പോലീസ് വന്ന് അടിച്ചതാണല്ലോ. ശ്രീ M. നൗഷാദ്, ഇപ്പൊ ഞാനടക്കമുള്ള ഇന്നത്തെ തലമുറയും ഇന്നലകൾ ഇപ്പോൾ ഈ ഷാഫി പറമ്പിലിനെ പോലീസ് അടിച്ച ഒരു ദൃശ്യം, അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ചോര വരുന്ന ദൃശ്യം ഞാൻ അയച്ചിട്ടുണ്ട്. അതിന് മുമ്പേ ഉള്ള തലമുറയും ഒക്കെ സമരം ചെയ്ത് തന്നെയാണ് വളർന്നു വന്നത്. ആ സമരത്തിനിടയിൽ ഞങ്ങൾക്കൊക്കെ മർദ്ദനവും ഏറ്റിട്ടുണ്ട്, നിങ്ങളുടെ പോലീസ് സേന മർദ്ദിച്ചിട്ടുമുണ്ട്. അതൊന്നും നിങ്ങളേതാണ്ട് സമരം ചെയ്തു വന്നവരും ഞങ്ങളൊക്കെ പൊട്ടിമുളച്ച് വന്നവരുമാണെന്നുള്ള ആ മിഥ്യാധാരണയൊന്നും ആർക്കുമില്ല. അതുണ്ടെങ്കിൽ തന്നെ കയ്യിലും വെച്ചാൽ മതി എന്ന് പറയാൻ ആഗ്രഹിക്കുക. പിന്നെ പോലീസ് സേനയുടെ കാര്യം, ഇപ്പൊ താങ്കളുടെ നിയോജക മണ്ഡലത്തിലല്ലേ ഒരു സൈനികനെ ആക്രമിച്ചത്? കിളികൊല്ലൂര് ഇരവിപുരത്തായിരുന്നല്ലോ ആ സംഭവം നടന്നത്. എത്രമാത്രം സമരം നടന്നു. ആ സമരത്തിന് ശേഷമല്ലേ ഒരു സസ്പെൻഷൻ നടപടിയെങ്കിലും ഉണ്ടായത്? അതിനുശേഷം ഡിസ്മിസലിലേക്ക് പോയോ? ആ സൈനികന് നീതി ലഭ്യമാക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതുപോലെ ഒട്ടേറെ വിഷയങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ നടന്നിട്ടുണ്ട് സാർ. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ ഇന്ന് കണ്ട ഏറ്റവും പ്രകടമായ ദൃശ്യം, ഒരു പാവപ്പെട്ട 29 വയസ്സുള്ള ചെറുപ്പക്കാരനെ, പൂജാരിയായ വ്യക്തിയെ കള്ളക്കേസെടുത്ത്, മദ്യപിക്കില്ലാത്ത ഒരു പൂജാരിയായ വ്യക്തിയെ മദ്യപിച്ചു എന്ന കള്ളക്കേസെടുത്ത് സ്റ്റേഷന്റെ അകത്ത് കയറി മർദ്ദിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. അത് നടപടിയെടുക്കാതെ പിന്നെ എന്ത് പോലീസിംഗ് ആണ് അഭിലാഷ കേരളത്തിലുള്ള? അതുകൊണ്ട് അത് നടപടിയെടുക്കാതെ ഒരു വിഷയത്തിലും പിന്നോട്ടില്ല. കേരളത്തിൽ ക്രമസമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ മനസമാധാനത്തോടുകൂടി ആർക്ക് ജീവിക്കാൻ സാധിക്കും അഭിലാഷെ? മനസമാധാനത്തോടുകൂടി ജീവിച്ചാലാ ഈ നാട്ടിൽ വികസനം വരുള്ളൂ. അതുകൊണ്ട് മനസമാധാനവും ക്രമസമാധാനവും ഉണ്ടായിട്ടേ ബാക്കിയുള്ളത് ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. ശരി, ശ്രീ നൗഷാദ് അവസാനിപ്പിക്കുക. ഇതിപ്പോ ജനങ്ങൾക്ക് പോലീസ് സംവിധാനത്തിലുള്ള ആ വിശ്വാസ്യത ഉറപ്പിക്കാനുള്ള ബാധ്യത കൂടി സർക്കാരിനുണ്ട്. ഇത് ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി ഇടിക്കുന്ന സംവിധാനമാണ് എന്ന നിലയിൽ ആവരുത് ജനങ്ങൾ കാണേണ്ടത്. അങ്ങനെ ആവരുത് എങ്കിൽ നിങ്ങൾ കൃത്യമായ നടപടികൾ എടുക്കണം. അല്ല, തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ് സർക്കാരിന്റെ നിലപാടതാണ്. പക്ഷേ ഇപ്പൊ കോൺഗ്രസ് ലോകത്താദ്യമായി ഉണ്ടായ ഒരു സംഭവം എന്നുള്ളതിന്റെ പേരിൽ അഭിലാഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ ആ നിയമസഭയിൽ മറ്റു വിഷയങ്ങളൊന്നും അവർക്ക് ഉയർത്താനില്ലാത്തതിന്റെ പേരിൽ ഈ വിഷയത്തിൽ മാത്രമായി സമരം ഒതുക്കുന്നു. അതിനൊരു കാരണമുണ്ട് സാർ. ഇന്ന് കോൺഗ്രസ്സുകാരുടെ പീഡനം വഴി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സഭയിലേക്ക് വരരുത്, അത് ചർച്ചയാവരുത്. അതുപോലെ അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രതിയായിട്ടുള്ള വിഷയം, അത് സഭയിൽ ചർച്ചയാകരുത്. അത് വരാതിരിക്കാൻ ബോധപൂർവം കിട്ടിയ ഒരു അവസരത്തെ മുതലാക്കി പോകുന്നു. ഇവിടെ കോൺഗ്രസ്സുകാരുടെ മനസമാധാനം പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ കേരളത്തിലെ ക്രമസമാധാനം നമ്പർ 1 തന്നെ നിൽക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകണ്ട. പിന്നെ ശ്രീ ഉദയകുമാറിന്റെ ഉരുട്ടിക്കൊലയുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഫസ്റ്റ് ആണ് ശിവശങ്കർ വർത്തമാനം പറഞ്ഞിട്ട് അതിന്റെ മറുപടിയില്ലല്ലോ. ഏതാ ഉരുട്ടിക്കൊല? പഴയ ഉരുട്ടിക്കൊലയുടെ കാര്യം ഞാൻ പറഞ്ഞതാണ്. അതിന് മറുപടിയില്ല. അതുപോലെ ഞാൻ പറഞ്ഞ ചാപ്പ കുത്തിയിട്ട് അത് SFIക്കാർ ചെയ്തതാണെന്ന് പ്രചരിപ്പിച്ചവരാണല്ലോ, നിങ്ങൾ ചെയ്തവരാണല്ലോ. അതില് കുപ്പിയിൽ ചുവന്ന മഷിയുമായി പോയി പോലീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കുപ്പിയിലുള്ള മഷി ഉപയോഗിച്ചിട്ട് അത് പോലീസ് അക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ചോരയാണെന്ന് പ്രചരിപ്പിച്ചവരാണല്ലോ അതുകൊണ്ട് നിങ്ങളെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സംശയവും വേണ്ട കാര്യത്തിൽ കേരളത്തിലെ എന്തായാലും കരുണാകരന്റെ കേരളത്തിലെ
ആന്റണിയുടെ പോലീസിനേക്കാൾ മികച്ച പോലീസിംഗ് തന്നെയാണ് പിണറായിയുടെ പോലീസ്. പക്ഷെ അതില് പോരായ്മകളുണ്ട്, അത് തിരുത്തും, നടപടി സ്വീകരിക്കും. ഏത് റാങ്കിങ്ങിലാണ് സാർ? ഏത് റാങ്കിങ്? താങ്കൾ കുറെ നേരമായി പോലീസ് സേന നമ്പർ 1. ഈ ഇന്ത്യയിലെ ഏത് റാങ്കിങ് വെച്ചാണ് താങ്കൾ നമ്പർ 1 എന്ന് പറയുന്നത്? ഒരു റാങ്കിങ്ങും ഇല്ല. ഈ സ്വകാര്യ ഇന്ന് സഭയിൽ പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും എതിർത്തിട്ടില്ലല്ലോ. നീതി ആയോഗിലും രാജ്യത്തെ എല്ലാ അന്വേഷണ ഈ രാജ്യത്തൊന്നും അല്ലേ അഭി താമസിക്കുന്നത്? അഭി താമസിക്കുന്ന ഈ രാജ്യത്തല്ലേ? അവസാന നിമിഷം ചോദിച്ച എന്റെ കയ്യിൽ ഒന്നൊന്നായി പറയാം. കേട്ടുകൊണ്ടിരിക്കണം. എല്ലാവരും വളരെ കൃത്യമായി വായിച്ച് കേൾപ്പിച്ച് തരാം. ശരി, അല്ലാതെ നാളെ അടുത്ത ദിവസം നമുക്ക് നിയമസഭയിലൊക്കെ ചർച്ച ചെയ്യാം. വളരെ നന്ദി, 3 പേർക്ക് നന്ദി. സൂപ്പർ മൺഡേ അവസാനിച്ചു. നമസ്കാരം.